ദൈവകൃപയിൽ തികഞ്ഞു നിൽക്കുന്ന ആസാദിയിലെ ഫിന്നി പാസ്റ്റർ ഞങ്ങളെപ്പോലുള്ള കുറച്ച് എക്സ്പെന്തക്കോസ്തുകാരുടെ വീഡിയോയ്ക്ക് ഒരു അവലോകന വീഡിയോ 2 മാസം മുമ്പ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോ ഫിന്നി ചെയ്തിരിക്കുന്ന ആ വീഡിയോയ്ക്കുള്ള ഒരു റെസ്പോൺസ് ആണ്. ഇത് ഏകദേശം 1 മണിക്കൂർ സമയദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മാത്രം കാണാൻ ശ്രമിക്കുക. കാണുകയാണെങ്കിൽ ഇത് മുഴുവനായി കാണാനും ശ്രമിക്കുക. അതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ചും പെന്തക്കോസ്ത് പാസ്റ്റർമാർ ആളുകളെ നേരിടുന്നത് സൈക്കോളജിക്കലി അവരെ മാനിപ്പുലേറ്റ് ചെയ്താണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൃത്യമായും കണ്ട് മനസ്സിലാക്കാം. സ്നേഹത്തിൽ പൊതിഞ്ഞ് എങ്ങനെയാണ് ഇവർ വെറുപ്പ് വിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഒന്നാമത്, എന്തുകൊണ്ട് ആളുകൾ പെന്തക്കോസ്ത് വിട്ടുപോകുന്നു? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, പെന്തക്കോസ്ത് വിട്ട ആളുകൾ പോകുന്നതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. പെന്തക്കോസ്ത് ഒരു റിവൈവൽ മൂവ്മെന്റ് ആണ്. ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭ എങ്ങനെയായിരുന്നു, അപ്രകാരമുള്ള സഭ പുനഃസ്ഥാപിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായി ഉടലെടുത്ത ഒരു വലിയ പ്രസ്ഥാനം, ഒരു മോമെന്റ് ആണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ഇത് ഒരു ഡോക്ട്രിൻ ആണ്. അപ്പോൾ ഈ ഡോക്ട്രിൻ വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ പാറ്റേണിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പെന്റിക്കോസ്റ്റൽ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പരിത്യാഗത്തിന്റെ, ആഴത്തിലുള്ള സമർപ്പണത്തിന്റെ ഒക്കെ ആവശ്യമുള്ള ഒരു ഡോക്ട്രിൻ ആണ്. ഈസ്റ്റേൺ ഫിലോസഫി നമുക്കറിയാം. ത്യജിക്കുക എന്ന ഒരു ചിന്തയാണ് ഈസ്റ്റേൺ ഫിലോസഫി എന്നത്. ഈ ക്രിസ്ത്യാനിറ്റിയും ശരിക്കും ഒരു ഈസ്റ്റേൺ ഫിലോസഫിയാണ്. മധ്യപൗരസ്ത്യ ദേശം അല്ലെ, മിഡിൽ ഈസ്റ്റിൽ ഉടലെടുത്ത ഒരു വിശ്വാസ സംഹിത. തന്നെത്താൻ ത്യജിച്ച് പൂശെടുക്കണമെന്നുള്ള ഒരു ചിന്തയുള്ള വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് തന്നെ സ്വയം ത്യജിക്കുക അല്ലെങ്കിൽ ലോകത്തോട് വേർപെട്ട് നിൽക്കുക എന്നുള്ള പ്രസ്താവനകൾ, പഠിപ്പീരുകൾ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റിനകത്തുമുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു റിവൈവൽ മൂവ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവിന്റെ അസാധാരണ സാന്നിധ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന മൂവ്മെന്റ് ആണ്. ഈ റിവൈവലും പരിശുദ്ധാത്മ സാന്നിധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പരിത്യാഗത്തിന്റെ ഒരു ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ രണ്ടും കുറഞ്ഞു പോകുമ്പോൾ, ഇല്ലാതെ പോകുമ്പോൾ, പെന്തക്കോസ്തുകാരായ ആളുകൾക്ക് തന്നെ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് തന്നെ ഈ ഡോക്ട്രിൻസ് അവർക്ക് എടുത്താൽ പൊങ്ങാത്ത ഭാരമുള്ള ഒരു വിഷയമായി, ഒരു കല്ലായി മാറുന്നു. അവരതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അത് ഡോക്ടറിന്റെ പ്രശ്നമല്ല, ആളുകൾക്ക് തനിയെ അത് ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ ജഡത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്ന് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ആഴത്തിലുള്ള സമർപ്പണമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ അത് ചെയ്യുന്നത്? അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കൃപയാൽ, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമാണ് ഈ പറയുന്ന ദൈവിക സ്റ്റാൻഡേർഡ്, ഡിവൈൻ സ്റ്റാൻഡേർഡ്, ഹെവൻലി സ്റ്റാൻഡേർഡിലുള്ള ഒരു ജീവിതമൊക്കെ നയിക്കാൻ പറ്റുന്നത്. ദൈവകൃപയിൽ ആശ്രയിക്കാതെ, പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ ജഡത്തിൽ ശ്രമിച്ചവരൊക്കെ എണിച്ചു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ പലരും പെന്തക്കോസ്ത് വിട്ടുപോയിട്ടുണ്ട്. പെന്തക്കോസ്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഈ പെന്റിക്കോസ്റ്റൽ വിശ്വാസത്തിൽ വന്ന ആളുകൾ തിരിച്ചു പോയിട്ടുണ്ട്. അതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. അയ്യോ, ഇന്നാര് പെന്തക്കോസ്തിൽ നിന്ന് തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ആ വ്യക്തിക്ക് ഈ ഡോക്ട്രിൻ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ, വേദപുസ്തകം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്വയം ത്യജിക്കലിന്റെ ജീവിതം നയിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? വളരെ സിമ്പിൾ, ജഡത്തിൽ ശ്രമിച്ചതുകൊണ്ട് കഴിഞ്ഞില്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും എടുക്കുവാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നു. പിന്നെ അവിടെ പറയുന്ന കാര്യം, നമ്മൾ സത്യത്തിൽ ഡിവൈൻ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബൈബിൾ എന്താണോ പറയുന്നത് അതേപടി അനുസരിക്കുന്ന ഒരു ഡോക്ടറിനാണ് പെന്തക്കോസ്തുകാരുടേത്. എടുത്താൽ പൊങ്ങുന്നതല്ല, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി ശ്രമിക്കണമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു വെക്കുന്നത്, നമ്മൾ അതിനൊന്നും ശ്രമിച്ചില്ല, നമുക്ക് ആ ഒരു ഡിവൈൻ സ്റ്റാൻഡേർഡ് ഇല്ല. എന്താണ് ഈ ഡിവൈൻ സ്റ്റാൻഡേർഡ് എന്നാണ് എനിക്ക് അറിയാത്തത്. എനിക്ക് തോന്നുന്നു അത് ഫിന്നി ആദ്യം തന്നെ പറയുന്നുണ്ട്. ആദിമ നൂറ്റാണ്ടിലെ സഭ, അതാണ് ഡിവൈൻ സ്റ്റാൻഡേർഡ് എന്നാണ് ഫിന്നി പറയുന്നത്. അപ്പൊ ഈ ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ സ്റ്റാൻഡേർഡ് എങ്ങനെ അറിയാം? അത് തന്നെ ആദിമസഭ എന്ന് പറയുന്നത് ഒറ്റ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിരുന്നു. ഒരു പ്രശ്നമില്ലേ? ആദിമസഭ എന്ന് പറഞ്ഞാല് നമ്മള് ബൈബിള് തന്നെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കറിയാം, അതൊരു സിംഗിൾ ഒരു സ്ട്രക്ചർ ആയിട്ടല്ലായിരുന്നു. ജെറുസലേമിൽ ഒരു സഭ ഉണ്ടായിരുന്നു, അതുപോലെ പൗലോസ് സ്ഥാപിച്ച സഭകളുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ബൈബിൾ വായിച്ചാൽ, പുതിയ നിയമം വായിച്ചാൽ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ്, ഒരു ആദിമ സഭയുടെ ഒരു സ്റ്റാൻഡേർഡോ ഒരു ഡോക്ടറിനോ അങ്ങനെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. ബൈബിൾ വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത് ഈ പുള്ളി ഫിന്നി പറയുന്നത് ഈ പെന്തിക്കോസ്ത് മൂവ്മെന്റിന്റെ ഒരു ഭയങ്കര ഡോക്ടറിനാണ്.
ഈ ഒരു ഡോക്ടറിന് നമ്മളിപ്പോ ആദിമസഭ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ സഭ എടുത്താൽ മതി. പെന്തിക്കോസുകാർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഡോക്ടറിനുണ്ടോ? സ്റ്റാൻഡേർഡ് ഡോക്ടറിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര മാത്രം പല ഡിനോമിനേഷൻസ് ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. ചർച്ച് ഓഫ് ഗോഡ്, ഷാരോനും തോമാചായന്റെ സഭയും അങ്ങനെ ഇങ്ങനെ. ഓഫ് കോഴ്സ് പവർ സ്ട്രഗിൾസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ TPM-ഉം അല്ലെങ്കിൽ IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇവരിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പല പാസ്റ്റർമാരുടെ സ്വന്തമായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പൊ ഒരു കല്യാണമായാലും എന്തുമായാലും ഇത് ധരിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു ഡോക്ടറിനോ ഒരു സ്റ്റാൻഡേർഡോ ഉള്ള ഏതെങ്കിലും ഒരു പെന്തിക്കോസ്റ്റ്, അതായത് ജനറൽ പെന്തിക്കോസ്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഡിവൈൻ ഫിന്നി പറയുന്ന ഈ ഡിവൈൻ സ്റ്റാൻഡേർഡും പെന്തിക്കോസ് ഉണ്ടായ സ്റ്റാൻഡേർഡും ഡോക്ടറിനും എന്തുവാ, ഇത് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് മനസ്സിലാക്കാം. അന്ന് ആദ്യത്തെ സഭയിലും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു, ഇപ്പോഴത്തെ പെന്തിക്കോസ് സഭകളിലും സ്റ്റാൻഡേർഡ് ഇല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു. ഫിന്നി പറഞ്ഞ കൂട്ട് സമാനമാണ്, ആദിമസഭയ്ക്ക് സമാനമാണ്. അവിടെയും ഡോക്ടറിൻ ഇല്ല, ഇവിടെയും ഡോക്ടറിൻ ഇല്ല. ഓരോരുത്തരും ഓരോ തോന്നിയ രീതിയിൽ ഓരോ സഭകൾ പണിയുന്നു. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്, ബിബ്ലിക്കൽ തന്നെയാണ് പെന്തക്കോസ്തൽ സഭകൾ. ഈ ആദിമ നൂറ്റാണ്ടിലെ സഭകളിലെ പ്രശ്നങ്ങള് നേരത്തെ നീല് പറഞ്ഞ പോലെ ശരിക്കും ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് നീല് പറഞ്ഞ പോലെ ജെറുസലേമിൽ ഒരു സഭയുണ്ടായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് പത്രോസും യാക്കോബും. പിന്നെ പൗലോസ് സ്ഥാപിച്ച സഭകളുണ്ടായിരുന്നു. പിന്നീട് വേറെ അനേകം സഭകൾ യേശുവിന്റെ പല രീതിയിലുള്ള ദിവ്യത്വം, ഇപ്പൊ ചിലര് യേശുവിനെ ഒരു ദിവ്യനായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചിലര് കൺസിഡർ ചെയ്തിരുന്നത് യേശു ദൈവമായിരുന്നു. ഈ പലതരം വിശ്വാസങ്ങള് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ചിലര് വിശ്വസിച്ചിരുന്നത് യേശുവിന് ജഡികമായിട്ടുള്ള ഒരു ശരീരമില്ല എന്നുള്ള വിശ്വാസം അവിടെ അക്കാലത്തുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടിയാണ് ഈ യോഹന്നാന്റെ 2-ാം ലേഖനം. അതിനകത്ത് ഇവരെല്ലാരും പറയുന്നത് പാഷാണ്ഡതയാണ് എന്ന് യോഹന്നാൻ ആരോപിക്കുന്നു. പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ ഹെറസി. അതേപോലെ പത്രോസിന്റെ ജെറുസലേം ചർച്ചും പൗലോസിന്റെ സഭകളും തമ്മിൽ വളരെയേറെ എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നതിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ട്. അതിന് ഉദാഹരണത്തിന് ഏറ്റവും നല്ലത്, വിശ്വാസത്താലാണോ പ്രവൃത്തിയാലാണോ രക്ഷ പ്രാപിക്കുന്നത്? പൗലോസ് പറയുന്നു വിശ്വാസത്താൽ നിങ്ങളെല്ലാം നീതീകരിക്കപ്പെടുന്നു. എന്നാൽ യാക്കോബ്, അതായത് ഈ പത്രോസിന്റെ സഭയുടെ ജെറുസലേം ചർച്ചിന്റെ ഭാഗമായിരുന്ന യാക്കോബ് പറയുന്നു പ്രവൃത്തിയാണ്. അപ്പൊ ഈ രീതിയിൽ, അല്ലെങ്കിൽ ചില സഭകൾ പറയുന്നു നിങ്ങൾ ഒരു രീതിയിലും ധനം സമ്പാദിക്കരുത്, ആ ധനം എന്ന് പറയുന്നത് എല്ലാവർക്കുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന്. ചില ഭാഗത്ത് പറയുന്നു അങ്ങനല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ ധനം ഉണ്ടാക്കാൻ പറ്റണം എന്ന് പറയും. അപ്പൊ ഈ രീതിയിൽ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഈ ആദിമസഭയിൽ നിലനിന്നിരുന്നു. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നമ്മൾ ബൈബിൾ ശരിക്കും വായിച്ചത്. അപ്പൊ നമ്മൾ ഇന്നത്തെ സഭകൾ നോക്കുവാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയല്ല പ്രശ്നങ്ങൾ. നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, ഞങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശരി. ഇതിന്റെ പേരിൽ പല രീതിയിലുള്ള അടി, വ്യാഖ്യാനങ്ങളുടെ പേരിൽ ഞങ്ങളാണ് ശരി, നിങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, ഫിന്നി പറയുന്നുണ്ട് പെന്തിക്കോസ് സഭ എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ പാറ്റേൺ പാലിച്ചു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. ഈ ബിബ്ലിക്കൽ പാറ്റേൺ എന്തുവാണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബിബ്ലിക്കൽ പാറ്റേൺ പഴയ നിയമത്തെ ബിബ്ലിക്കൽ പാറ്റേണും ഫോളോ ചെയ്യുന്നുണ്ടോ, പുതിയ നിയമത്തെ ഫോളോ ചെയ്യുന്നുണ്ടോ, രണ്ടും മിക്സ് ആണോ? കാരണം രണ്ട് പെന്തിക്കോസുകാരോട് ചോദിച്ചാൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായമായിരിക്കും അവർ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ബിബ്ലിക്കൽ പാറ്റേൺ എന്തുവാണ് ഈ ബിബ്ലിക്കൽ പാറ്റേൺ? പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഫിന്നിയോട് ചോദിക്കാനുള്ളത്, അതായത് പുള്ളി പറയുന്നുണ്ട് ഈ പെന്തിക്കോസ്റ്റ് മൂവ്മെന്റ് തുടങ്ങിയത്. ഓക്കെ, പെന്തിക്കോസ്റ്റ് മൂവ്മെന്റ് തുടങ്ങിയത് എന്താ? ഏർലി 1900s. അപ്പോൾ ഈ ആദിമ സഭ എന്ന് ഫിന്നി പറയുന്നത്, ആ സമയത്തിന് ശേഷം ഈ ഏർലി 1900 വരെ സഭ ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലായിരുന്നോ? പരിശുദ്ധാത്മാവ് ഉറങ്ങുമായിരുന്നു? അത് മാത്രമല്ല, ഈ ഫിന്നി പറയുന്ന ഈ ബിബ്ലിക്കൽ, ഈ ബൈബിള് നമുക്ക് പുതിയ നിയമം തന്നെ ഒരു സഭയുണ്ട്. ആ സഭ ഈ വർഷങ്ങളെല്ലാം നിലനിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അവരുമായിട്ട് ഈ പെന്തിക്കോസുകാർക്ക് ഒരു കണക്ഷനും ഇല്ല. ഓൾ ഓഫ് എ സഡൻ എങ്ങനെയോ ഈ ഏർലി 1900s വിരിഞ്ഞു വന്ന ഒരു മൂവ്മെന്റ് ആണ് പെന്തിക്കോസ്റ്റൽ സഭ. അപ്പൊ ഇതിന് വേരില്ല, ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ എന്തുവാ കുമ്പളന്നല്ലി പറയുന്നത്, മഷ്റൂം പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വന്ന് പിന്നെ ഇങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് സഭകൾ ഇങ്ങനെ വന്ന് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ക്ലെയിം ചെയ്യുന്നത് എന്തുവാ? ഞങ്ങൾ ബിബ്ലിക്കൽ പാറ്റേൺ ആണ്, ഞങ്ങൾ ആദിമ സഭയുടെ ഇതാണ്, അപ്പോസ്തോലിക ഉപദേശമാണ് എന്നൊക്കെയാ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കാണാം, അത് ഇതിന്റെ ഡെഫിനേഷൻ ഒക്കെ തന്നായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു ഫിന്നി പാസ്റ്റർ. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനാണ്. ഈ ആദിമ സഭയില് 30-40 കൊല്ലത്തോളം ഈ പുതിയ നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ പുസ്തകം എഴുതുന്നത് ഏകദേശം യേശു മരിച്ചിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ്. അതും പൗലോസിന്റെ ലേഖനം
ഏതോ ഒരു സഭയ്ക്കായിട്ട് എഴുതും. അപ്പോൾ 20 കൊല്ലം ജീവിച്ചിരുന്ന പലതരം ക്രിസ്ത്യാനികൾക്ക് എന്ത് നിയമമായിരുന്നു ഉണ്ടായിരുന്നു? ജൂതന്മാർക്ക് വേണമെങ്കിൽ പറയാം യെസ്, ന്യായപ്രമാണം ഉണ്ടായിരുന്നു. പക്ഷെ ഇഷ്ടംപോലെ വിജാതീയരുണ്ടായിരുന്നു. ആ വിജാതീയ സഭകൾക്ക് എന്ത് നിയമമായിരുന്നു ഉണ്ടായിരുന്നു? അവരുടെ കയ്യിൽ പുതിയ നിയമവും ഇല്ല, ആരും എഴുതിയ ലേഖനങ്ങളില്ല. പിന്നെ ഈ എന്താ പറയുന്നത് അപ്പോസ്തോലന്മാർ അല്ലെങ്കിൽ അവർ പറഞ്ഞയച്ചേക്കുന്ന ആൾക്കാർ പഠിപ്പിച്ചേക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് തന്നെ പലതാണെന്ന് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഐക്യകണ്ഠേനെ ഫോളോ ചെയ്യാവുന്ന ഒരു വിശ്വാസ പ്രമാണം പോലും ആദ്യത്തെ 20 വർഷത്തോളം ഇല്ല. അത് 20 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പുസ്തകം എഴുതുന്നത് എന്നുള്ള അസംഷൻ ഇല്ല. പിന്നീട് ഇത് ക്രോഡീകരിച്ചൊരു പുസ്തകമായിട്ടൊക്കെ കിട്ടുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്, അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു 150 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം ആ 150 വർഷം എന്ത് പുസ്തകമാണ് അവർ ഫോളോ ചെയ്തത്? പുതിയ നിയമത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള ബുക്കുകളായിരിക്കും ഇവരുടെ വിശ്വാസം എന്ന് പറയും. ഇനി അക്കാലത്ത് വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും ഉപയോഗിച്ചിരുന്ന പല പുസ്തകങ്ങളും ഇത് ന്യൂ ടെസ്റ്റ്മെന്റ് ഭാഗമല്ല. ഇപ്പൊ ഡിഡാച്ചെ എന്നൊക്കെ പറയുന്ന ബുക്കുകളൊന്നും പുതിയ നിയമത്തിന്റെ ഭാഗമേ അല്ല. അത് അവർ പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന പുസ്തകമാണ്. ആദ്യത്തെ വിശ്വാസ പ്രമാണം ഞാൻ പഠിച്ച വെച്ച് നോക്കുവാണെങ്കിൽ 300 കൊല്ലം കഴിഞ്ഞല്ലേ വരുന്നത് സത്വം? ആദ്യമായിട്ട് വിശ്വാസ Yes. പ്രമാണം കിട്ടുന്ന കയ്യില് 300 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ? അതെ, മറ്റേ ഈ നിക്കാ സുനഹദോസിന്റെ പ്രോഡക്റ്റ് ആണ് ആദ്യത്തെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. പക്ഷെ ആ വിശ്വാസ പ്രമാണത്തിനെ ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇത് ഐക്യകണ്ഠേനെ എല്ലാ ആൾക്കാരും എല്ലാ ബിഷപ്പുമാരും കൂടെ എഗ്രി ചെയ്തുള്ള ഒരു വിശ്വാസ പ്രമാണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലല്ലോ. അതെന്ന് പറയുന്നത് അക്കാലത്ത് നിലനിന്നിരുന്ന പലതരം വിശ്വാസങ്ങൾക്ക് ഉള്ള ഒരു മറുപടിയാണ് ആ വിശ്വാസ പ്രമാണം എന്നുള്ളത്. ഏകദൈവമാണുള്ളത്, നോസ്റ്റിസിസം ഒന്നും ശരിയല്ല, അതിന് പകരം ഈ ഒരു വിശ്വാസ പ്രമാണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആര്യനിസം തെറ്റാണ്, ഇതേപോലത്തെ കാര്യങ്ങൾ തെളിയിക്കുന്നതാണ് ആ വിശ്വാസ പ്രമാണം. അല്ലാതെ എല്ലാ ബിഷപ്പുമാരും കൂടെ ഒന്നിച്ചു വന്നിരുന്ന് എഴുതുന്നതല്ലേ. ഇപ്പം നമുക്കറിയാലോ, ആ ആര്യനിസം പ്രൊമോട്ട് ചെയ്തിരുന്ന ആളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ആണ് ഈ വിശ്വാസ പ്രമാണം. അയാളുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ സഭയുടെ ഓർത്തഡോക്സി എന്ന് നമ്മൾ പറയുന്ന സഭയുടെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഒരു വിശ്വാസ പ്രമാണം ഉണ്ടാക്കുന്നത്. ഇപ്പൊ അതിനകത്ത് തന്നെ അവസാനത്തെ ഭാഗം എന്താ? പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് വരുന്ന വിശ്വാസ പ്രമാണത്തിലാണ് പരിശുദ്ധാത്മാവിനെ ഒന്നും കൂടെ എന്താ പറയുക വിശദീകരിച്ച് പറയുന്നു. അപ്പൊ സത്വം പറഞ്ഞു വരുന്നത് ഈ ഹിസ്റ്ററി ഇസ് റിട്ടൺ ബൈ ദ വിക്ടോറിയസ് എന്നുള്ള രീതിയിൽ ഇപ്പം ഈ സുന്നോദോസില് ആര്യൂസ് ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ആര്യൂസിന്റെ ക്രിസ്ത്യാനിറ്റിയെ വിശ്വസിച്ചേന. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ഈ 350 പേര് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ വന്ന് തിന്നും കുടിച്ചോ അപ്പം മുറിച്ചിട്ട് ഇവര് പറഞ്ഞു അന്ന് നമുക്കൊരു പുസ്തകം എഴുതിയേക്കാം, അങ്ങനെ അല്ലായിരുന്നു. അവിടെയും തല്ലും ബഹളവും നമ്മുടെ സെൻട്രൽ സഭയിൽ നടക്കുന്ന പോലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അവസാനം കുറച്ചുപേര് ജയിച്ചവർ ഇതിനെ അവരുടെ ആയിട്ട് കാണിച്ചു എന്നാണോ സത്വം പറഞ്ഞു വരുന്നത് ഇതിനെ കുറിച്ച്? നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും ജയിച്ചവർ എഴുതിയേക്കുന്ന പൊളിറ്റിക്സ്. നമ്മൾ ചരിത്രത്തെ ചരിത്രമായിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഇതേപോലത്തെ ഫിന്നി പാസ്റ്ററിനെ പോലുള്ള ആൾക്കാർ നുണ പറയുമ്പോൾ അത് നുണയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ദൈവകൃപയിൽ ആശ്രയിച്ചാല് ഇങ്ങനെ ത്യാഗമുള്ള ജീവനൊക്കെ ജീവിക്കാനൊക്കെ ഈ ഭയങ്കര ത്യാഗം, സ്വയം ത്യാഗമുള്ള ജീവിതമാണ് നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫിയിലൊക്കെ. അപ്പൊ ഇത് നമ്മുടെ ജഡത്തിൽ ഇത് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ചാലേ ഇത് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പറ്റാത്തതുകൊണ്ടാ പലരും വിട്ടുപോകുന്നത്. പുള്ളി പറഞ്ഞത് ഇങ്ങനെയല്ലയോ? ശരിയല്ലേ? അതെ അതെ, കറക്റ്റാണ്. എനിക്കിവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഫിന്നി പാസ്റ്ററിനോട് നേരിട്ട്, ഒരു പെന്തിക്കോസാണ്, ബാക്കിയുള്ള കൂട്ടത്തിലിരിക്കുന്നവരൊക്കെ പെന്തിക്കോസൊക്കെ വിട്ടവരാണ്. എനിക്ക് ഫിന്നി പാസ്റ്ററിനോട് ഒരു പെന്തിക്കോസാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പാസ്റ്ററിനോട് ചോദിക്കാനുള്ളത്, യേശു പറയുന്നത് ഞാൻ തരുന്ന നുകം വലിയ കട്ടിയുള്ളതൊന്നും അല്ല, എളുപ്പമുള്ളതാണ്. ആ നുകത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, 2 നിങ്ങളുടെ അയൽവക്കാരനെ സ്നേഹിക്കുക. ഇത് പ്രസംഗിക്കുന്ന എത്ര പാസ്റ്റർമാര്, ഫിന്നി പാസ്റ്റർ ഒരു പാസ്റ്റർ ആണല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് ഇന്നുണ്ട്? നിങ്ങൾ വലിയ നുഖത്തെക്കുറിച്ചും അതും ഇതും ഒന്നും പറയണ്ട. ഈ ആഭരണവർജനവും അതും ഇതും ഒക്കെ മനുഷ്യന്റെ നിയമം. അത് നമ്മൾ മർക്കോസ് 7-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം. നിങ്ങൾ മനുഷ്യന്മാരുടെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ കൂട്ടിക്കളയുക ചെയ്യുന്നതാണ് പറയുന്നത്. അതൊക്കെ ഞാൻ രണ്ടാമത് നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സരളമായ നുകം, ഏറ്റവും എളുപ്പം പൊക്കാൻ കഴിയാവുന്ന ഭാരം നമ്മുടെ സഭകളിൽ ഇന്ന് എത്ര പേര് പ്രസംഗിക്കുന്നുണ്ട്? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, വിശുദ്ധി വേർപാടിന്റെ പേരിൽ സ്വന്തം ബന്ധക്കാരുടെ അടുത്ത് പോരുതെന്ന് വരെ പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. പക്ഷെ അയൽവക്കാരനെ സ്നേഹിക്കണമെന്ന് ആരും പറഞ്ഞു തരത്തില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് വല്ലോന്റെ കാര്യങ്ങളിൽ കണ്ണിലെ കരടെടുക്കുന്നതിന് മുന്നേ നമ്മുടെ കണ്ണിൽ ഒരു വലിയൊരു കോലുണ്ട്. നമ്മൾ സത്യസുവിശേഷം പ്രസംഗിച്ചില്ല, മറ്റുള്ളവനെ സ്നേഹിച്ചില്ല, അവർക്കൊക്കെ വിലക്കും റെസ്ട്രിക്ഷനും വെച്ചിട്ട് പറഞ്ഞു ഇത് ദൈവത്തിന്റെ
നുകവാന്ന് പറഞ്ഞു. അല്ല, നമ്മുടെ പിതാക്കന്മാർ അത് നമ്മുടെ പിതാക്കന്മാരുടെ നുകമാണെന്ന് പറയുന്ന ഒരു IPCയുടെ തലപ്പത്തിലിരിക്കുന്ന ഒരു പാസ്റ്റർ തന്നെ പറഞ്ഞു ഇത് പിതാക്കന്മാരുടെ നിയമമാണ്, ആഭരണം ധരിക്കരുത് എന്നുള്ളത്. അപ്പൊ ഇതിൽ വലിയ ഫിന്നി പാസ്റ്ററിന് ബാക്കിയുള്ളവരൊക്കെ ദൈവം വിട്ടുപോയവരാ, ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. ഞാൻ അല്പം ആത്മീയത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു പെന്തിക്കോസ്തുകാരനായിരിക്കാം. പക്ഷേ IPCയുടെ തലപ്പത്തിൽ ഇരിക്കുന്ന ആൾക്ക് തെറ്റ് പറ്റുകയല്ലോ. അല്ലെങ്കിൽ അതുപോലെ പാസ്റ്റർമാർ അനേകരുണ്ടല്ലോ. അവർ പറയുന്നത് പിതാക്കന്മാരുടെ നിയമം. അപ്പൊ പാസ്റ്റർ ഒരു പ്രാവശ്യം ഒന്ന് ഇരുന്ന് ആത്മാവിൽ ജാഗരിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത് പിള്ളേർ ഇതൊക്കെ വിട്ടുപോകാനുള്ള കാരണം ദൈവത്തിന്റെ നുകം എളുപ്പമായിരുന്നു. പക്ഷെ നമ്മൾ അവത്തെ കുറച്ചും കൂടി കല്ലും എല്ലാം കെട്ടിവെച്ചിട്ട് ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തിയത് കൊണ്ടാണോ? അയൽവക്കാരനെ സ്നേഹിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ അയൽവക്കത്തെ കുഞ്ഞിന്റെ കൂടെ കളിക്കാൻ പോകുമ്പോൾ അത് ജാതിയാന്ന് പറഞ്ഞ് തല്ലിയ പാസ്റ്റർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ഇന്റർനെറ്റിൽ വൈറലായതാണ്. അയൽവക്കത്തെ കുഞ്ഞുമായിട്ട് പോയി കളിച്ച് ക്രിക്കറ്റ് കളിച്ചെന്നോ ഏതാണ്ട് ഗെയിംസ് കളിച്ചെന്നൊക്കെ പറഞ്ഞ് അതിനെ തല്ലി ചതയ്ക്കുന്ന വീഡിയോ ഇന്റർനെറ്റ് വൈറലായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആൻസർ ദൈവവും ദൈവമക്കളും ഒന്നുമല്ല പറയേണ്ടത്. ഈ തലപ്പത്തിൽ ഇരുന്ന് ദശാംശവും ഇതും എല്ലാം മേടിക്കുന്ന നിങ്ങൾ ഇതിന് ആൻസർ പറയണം. നിങ്ങൾ ഞങ്ങളുടെ പുറത്ത് കെട്ടിവെച്ച കാര്യങ്ങളല്ലേ, അതുകൊണ്ടല്ലേ ഇത് ഞങ്ങൾക്ക് ഭാരമായിട്ട് തോന്നുന്നത്, അതുകൊണ്ടല്ലേ ഒരു പക്ഷെ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള ഈ വിട്ടുപോയവർ അതുകൊണ്ടല്ലേ വിട്ടുപോയത്. അല്ലെ എന്നെ പോലെ ഒരു വിശ്വാസിക്ക് ഇന്നിവിടെ വന്ന് സംസാരിക്കേണ്ട ഗതി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട ഗതി എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചോളൂ. അതുകൊണ്ട് ദൈവത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, ദൈവവചനത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ പാസ്റ്റർ എന്ന് ഓർഡൈനൊക്കെ ആയിട്ട് നടന്ന് സഭ നടത്തുന്നവർ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കണ്ണിലുള്ള കോലൊന്ന് എടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഞങ്ങൾ വിശ്വാസികളോട് കാണിക്കുന്നത് നീതിയാണോ, ബൈബിളിലുള്ളതാണോ? നിങ്ങളുടെ സീനിയർ പാസ്റ്റേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ അടച്ച് ആക്ഷേപിച്ച് അവരെ പാസ്റ്റർ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുക, ആത്മീയത്തിൽ വിട്ടുപോയെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. പിന്നെ ബാക്കിയുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താം, പിന്നെ നമുക്ക് ഏത്തീസ്റ്റിനെ പിടിക്കാം, പിന്നെ ഈ വിട്ടുപോയവരൊക്കെ നമുക്ക് പിടിക്കാം. അതുകൊണ്ട് ഫിന്നി പാസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതിനു വേണ്ടി ഒരു ആൻസർ ആഗ്രഹിക്കുന്നുണ്ട്. ദയവായി ഇതിന് നിങ്ങൾ തരണം. താങ്ക് യു. എനിക്ക് അത്രയും പറയാനുള്ളൂ. എബ്രാം, എനിക്കൊരു സംശയമുണ്ട്. ഈ വിട്ടുപോയവരാണോ കൂടുതൽ അതോ നിലനിൽക്കുന്നവരാണോ കൂടുതൽ? നിലനിൽക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ, വിട്ടുപോയവർ ചുരുക്കമായിരിക്കും എന്റെ അഭിപ്രായത്തിൽ. നുകം ഭയങ്കര പാടുള്ളതാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വിട്ടുപോവുകയല്ലേ വേണ്ടത്? ഇപ്പം നമുക്ക് തന്നെ ഇപ്പൊ സ്കൂളിന്റെ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്ക്. ഉദാഹരണത്തിന് 10ാം ക്ലാസ് എല്ലാവരും പാസ്സായെന്ന് വിചാരിക്കുക. പിന്നീട് അണ്ടർ ഗ്രാഡിലോട്ട് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവരുടെ എണ്ണം കുറവായിരിക്കും. കോളേജ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് പോകുന്നത് കുറവായിരിക്കും. PhDക്ക് പോകുന്നവർ അതിലും കുറവായിരിക്കും. അപ്പം പാടാവും തോറും ആൾക്കാർ വിട്ടുപോവുകയല്ലേ ചെയ്യുക, അല്ലാതെ അവര് അതിനകത്ത് നിലനിൽക്കുവല്ലോ ചെയ്യുന്നത്. ശരി, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം, അവര് ജോലിക്ക് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ജനറലി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇത് വേണ്ട, എന്താ പറയുന്നത്, ഇപ്പൊ വെയിറ്റ് എടുക്കുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. ചിലപ്പം 10 കിലോ എടുക്കുന്നവർ കുറവായിരിക്കും, കൂടുതലായിരിക്കും. 10 കിലോ എടുക്കുന്നത് കൂടുതലായിരിക്കും, 50 കിലോ എടുക്കുന്നത് കുറച്ചും കൂടെ കുറവായിരിക്കും, 100 കിലോ എടുക്കുന്നത് അതിലും കുറവായിരിക്കും. അപ്പം ഭാരമേറിയതാണെങ്കിൽ വിട്ടുപോവുകയാണ് എളുപ്പമുള്ളതാവുന്നതുകൊണ്ടല്ലേ ആൾക്കാർ അതിനകത്ത് നിലനിൽക്കുന്നത്. ഇതില് എന്താന്ന് വെച്ചാല് സത്യം എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇത് കുറേയേറെ ഹിപ്പോക്രസി ഉണ്ട്. ഇപ്പം അരുൺ ഫേസ് കാണിച്ച് വന്നിട്ടുണ്ട്. നീൽ സത്വം ഇങ്ങനെ വരുമ്പം അല്ലെങ്കിൽ കുറെ പേര് ഈ 1-2 പേര് ഇനി പെന്തിക്കോസ്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ വിട്ടുപോയ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇത് പറയാൻ എളുപ്പമാണ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ നുകം. ഞാൻ ഇപ്പോഴും സമൂഹത്തിൽ നിൽക്കുന്ന ആളാണ്, ഇപ്പോഴും ഞാൻ പെന്തിക്കോസ് സമൂഹത്തിൽ നിൽക്കുന്ന, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുറത്തുള്ളവർക്ക് കുറച്ചും കൂടി മാന്യത ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. ഞാൻ എന്റെ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് സംശയമുള്ളവർ എന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി. എനിക്ക് തോന്നുന്ന സത്യം ഇവർ പറയുന്ന പോലെ സ്റ്റാൻഡേർഡും ഹായും ഒന്നുമില്ല. പിന്നെ വല്ലോനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ വലിയ സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ ഞങ്ങളെ ഉപദ്രവിക്കുന്നതും. ഇപ്പം വെല്ലോനെ പോയി ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടല്ലോ, വെല്ലോന്റെ ഇവന്റിൽ പോയി അവരെ കുത്തിയിട്ട് പിന്നെ അവർ എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ നമ്മൾ കിടന്ന് മോങ്ങും, അയ്യോ ഞങ്ങളെ പീഡനമാണ്. നമ്മൾ ഇത്ര നാളും ചെയ്തൊന്നും അറിയത്തില്ല. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈ ഉള്ളത് കൊണ്ടാണ്, നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും എന്താ പറയുന്നത് മച്ചാനും ഇത് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം എല്ലാം ഉണ്ടാകുന്ന ഇവർ പറയുന്ന അന്നേരപ്പോഴേ ഇത് പറയത്തുള്ളൂ. ഇവർ ഉള്ളിൽ പോയി നോക്കിയാൽ വേറൊരു കഥ തന്നെയാണ്. ആ മേളിൽ ഇരിക്കുന്ന ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന 2 പേർക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. TPM-കാരാണ്, വിശുദ്ധിയുടെ അങ്ങേ അറ്റത്തുനിന്ന് വരുന്നവർ. അവരുടെ സഭയിൽ നടക്കുന്ന ആഭാസത്തരം എടുത്ത് നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്നെ നമ്മളൊക്കെ എവിടെ ആയിരിക്കും പറയാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഇത് പറയാൻ ഇത് എളുപ്പം. സത്യം പറഞ്ഞതിൽ വളരെയധികം കാര്യമുണ്ട്. ഇത് കട്ടിയുള്ളതായിരുന്നെങ്കിൽ എന്നെ ആൾക്കാർ വിട്ടുപോയേനെ. ഇതുള്ളതല്ല. പക്ഷെ വല്ലോനെ കുറ്റം പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരു 2 ഇരിക്കട്ടെ, ഇടുമ്പോ ഒരു 2 ഇത് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് ഇട്ട് പോകുന്നതാണ്. പക്ഷെ തമാശ ഓൺ ദ സൈഡ്, അല്ലെങ്കിൽ ഇതെല്ലാം സൈഡ്, ഫിന്നി പാസ്റ്റർ ഇന്ന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ഒരു പാസ്റ്റർ എന്നല്ലേ. വിട്ടുപോകുന്ന ആൾക്കാർ എന്തുകൊണ്ട് വിട്ടുപോകും? നിങ്ങൾ കെട്ടിവെച്ച മുഖം കൊണ്ട് അവർ വിട്ടുപോയത്, അല്ലാതെ ദൈവത്തിന്റെ മുഖം കൊണ്ടൊന്നും ആരും വിട്ടുപോകുന്നില്ല എന്ന് എന്റെ അഭിപ്രായം.
നിങ്ങൾ അവരെ ഉപദ്രവിച്ചതുകൊണ്ടാണ് അവരിട്ട് പോയത്. ജേക്കബ് പറഞ്ഞ ആ കാര്യം തന്നെ, അത് ജസ്റ്റ് ഒരു വേറൊരു ആംഗിളിൽ പറയണമെന്നുള്ളൂ. അതായത് ഇവര് വെക്കുന്ന നുകം ഭാരമുള്ളതാ, അത് തീർച്ചയായിട്ടും അതെ. കാരണം ഈ യേശുവിന്റെ സമയത്തും നോക്കാം, ഈ ഫരീസന്മാരൊക്കെ അവര് ഭയങ്കര നിയമപാലകരാ. അവര് ഈ നിയമം ആ നിയമമൊക്കെ ഉണ്ടാക്കി മനുഷ്യരുടെ മേളില് ഇത് ഭാരമായ നുകം ഇടാൻ വന്നപ്പോഴല്ലേ യേശു ഇതൊക്കെ പറയുന്നത്. പിന്നെ വേറെ ഒരു ഭാഗത്ത് ഇവര് വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാര് പ്യൂരിറ്റി ലോ ഫോളോ ചെയ്യുന്നില്ല, അതായത് കൈ കഴുകുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ യേശു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ട്രഡീഷൻ കീപ്പപ്പ് ചെയ്യാൻ നിങ്ങളുടെ ദൈവവചനം നിങ്ങൾ ഇല്ലാതാക്കുന്നത്. ജേക്കബ് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ പെന്തിക്കോസിലുള്ള ഈ സ്റ്റാൻഡേർഡ്, ഡിവൈൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര റിയലി ഡിവൈൻ സ്റ്റാൻഡേർഡ് അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയ ഡോക്ടറിൻസും സ്റ്റാൻഡേർഡ്സും ഇല്ലയോ? അപ്പൊ അതാ ആൾക്കാർക്ക് ഭാരമായി തോന്നുന്നത്. അല്ലെങ്കിൽ യേശുവിന്റെ ഒരു നുകം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഫിന്നിയോട് ചോദിക്കാനുള്ളത്, ഫിന്നി പറഞ്ഞുകൊണ്ട് ഇത് വളരെ ഭാരമുള്ളതാ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാത്തതുകൊണ്ടാ ഇവര് വിട്ടുപോകുന്നത്. അത് വളരെ ഒരു സിംപ്ലിസ്റ്റിക് ഒരു ആൻസർ ആണെന്ന് എന്റെ അഭിപ്രായം. കാരണം പലരും പല കാരണം കൊണ്ട് വിട്ടുപോകാറുണ്ട്. അപ്പം എന്റെ കാര്യം, എന്റെ പേഴ്സണൽ കാര്യം പറയാമല്ലോ, എന്റെ എക്സ്പീരിയൻസ് പറയാമല്ലോ. ഞാൻ ജനിച്ചു വളർന്നത്, ഞാൻ വളരെ ആത്മീയത്തിൽ ഭയങ്കര തീക്ഷ്ണതയും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പഠിച്ച് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എല്ലാ മീറ്റിങ്ങിലും ആദ്യം പോയിരുന്ന് അന്യഭാഷ പറയുന്നു, എല്ലാം ചെയ്ത ആളാ. ഓക്കെ. അപ്പം ദൈവത്തിൽ ആശ്രയിച്ചില്ലെന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചില്ലെന്ന് എന്റെ കാര്യത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം അതെന്റെ അനുഭവമാണ്. ഓക്കെ, എന്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ വേറെ കാരണം കൊണ്ടാണ്. ഞാൻ ഇതൊക്കെ പഠിച്ചു നോക്കിയപ്പോൾ, സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാച്ച് ആവുന്നില്ല. അങ്ങനെ ബോധ്യപ്പെട്ട് ആണ് ഞാൻ വിശ്വാസം വിടുന്നത്. അല്ലാതെ ദൈവകൃപയിൽ ആശ്രയിക്കാതെ ഇത് ഭയങ്കര കഠിനമാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടൊന്നുമല്ല ഞാൻ വിട്ടുപോയത്. അപ്പം പിന്നീട് ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ സിംപ്ലിസ്റ്റിക് ഒരു ആൻസർ ആണ്. പലവിധ കാരണങ്ങളാൽ ആൾക്കാർ വിട്ടുപോകുന്നുണ്ട്. ഇത് മാത്രം ഒരു കാര്യം കാരണം. എക്സാക്ട്ലി, എൻ്റെയും എക്സ്പീരിയൻസ് അത് തന്നെയാണ്. എനിക്ക് ഇതൊന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഒത്തിരി പ്രിവിലേജ്, ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് എക്സ്ട്രീംലി ഒത്തിരി TPM സഭയിൽ ടീഷർട്ട് പോലും ഇട്ടുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിവിലേജിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും പ്രിവിലേജ്ഡ് ആയിട്ട് എനിക്ക് യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊരു ഇതാണ്. ഞാൻ ഈ ബൈബിള് വായിച്ചു നോക്കി ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പെന്തക്കോസ്ത് ഇത്രയും ടോക്സിക് ആണെന്ന് പോലും തിരിച്ചറിയുന്നത്, റിയലൈസേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ എൻ്റെ പരിചയത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ തന്നെയാണ്. ഓഫ് കോഴ്സ് ഈ ഒരു നുകത്തിൻ്റെ, ഈ പാസ്റ്റർമാർ അടിച്ചേൽപ്പിക്കുന്ന നുകത്തിൽ നിന്നും വിട്ടുവരുന്നവരും ഒരു സമൂഹമുണ്ട്. പക്ഷെ അത് വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു നാരോ മൈൻഡഡ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമ്മുടെ ഇടയിലൊക്കെ ഈ കാലത്ത് പരിശുദ്ധാത്മ പ്രവൃത്തി കുറഞ്ഞു പോകുന്നു. ഒരു റിവൈവൽ മൂവ്മെന്റായി ആരംഭിച്ച പെന്തിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങൾക്കകത്ത് യഥാർത്ഥ ഉണർവ് ഇല്ലാതെ പോകുന്നു. ശബ്ദകോലാഹലം ഉണ്ടാകാം, അതായത് വലിയ ബഹളം ഉണ്ടാക്കിയുള്ള റെമഡിയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ബഹളവും അന്യഭാഷ മ്യൂസിക്കിനൊപ്പിച്ച് പാടുകയൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതൊന്നും ഉണർവല്ല, അതൊക്കെ ഒരു ശബ്ദമലിനീകരണമാണ്. യഥാർത്ഥ ഉണർവ് ഇന്ന് പലയിടത്തും കാണുവാൻ ഇല്ല. അതുകൊണ്ട് തന്നെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഉണർവില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതങ്ങൾക്ക് പാപബോധം ഉണ്ടാകുന്നില്ല. പാപത്തെ ജയിക്കുവാൻ സ്ട്രഗിൾ ചെയ്യുന്നവർ അവസാനം പരാജയപ്പെട്ട് ഈ ഡോക്ടറിൻ ശരിയല്ല എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോകുന്ന കാഴ്ച സ്ഥിരമായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഡോക്ടറിനിൽ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം, ഉണർവിന്റെ അന്തരീക്ഷം, നല്ല ദൈവകൃപ ഒക്കെ ആവശ്യമാണ്. അതിൽ ശരണപ്പെടാതെ പലരും പരാജയപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉണർവ് എന്താണ്? ഈ ഉണർവിനെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? എന്തെങ്കിലും മീറ്ററുകൾ വല്ലതും അവൈലബിൾ ആണോ? ഉണർവിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇത്രയും ഉണർവുണ്ട്, ഇത് ഓക്കെയാണ്, ഇത് ആവറേജ് ആണ്, ഇത് ബിലോ ആവറേജ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. എനിക്ക് ഉണർവിനെ കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ട്. ഒരു എന്താ പറയുന്നത്, സാധാരണ എനിക്ക് ഈ എന്താ പറയുന്നത്, ഈ ബൈബിളിലെ ഉണർവോ അല്ലെങ്കിൽ ഡെഫിനേഷനോ ഒന്നും വലുതായിട്ട് അറിവില്ല. പക്ഷെ ഞാൻ ജനിച്ച് വളർന്ന നാൾ മുതൽ, ഞാൻ പെന്തിക്കോസ്ത് തന്നെ ജനിച്ച് വളർന്നതൊക്കെ, ഉണർവെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഐഡിയ ഉള്ളായിരുന്നു. ഹോളിൽ ചെന്ന് തമ്പേർ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇപ്പോൾ യോങ്കിച്ചോണ്ടൊക്കെ പ്രസംഗമൊക്കെ ഉണർവ് ഉണ്ടാകുമെന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഫിന്നി പാസ്റ്റർ പറയുന്നു ഉണർവ് എന്ന് വെച്ചാൽ കുറച്ച് ശബ്ദകോലാഹലവും ശബ്ദമലിനീകരണവും മാത്രമേ ഉള്ളെന്നാണ്. പക്ഷെ കഴിഞ്ഞ 30 വർഷം ഇല്ലെങ്കിൽ പോട്ടെ, ഇപ്പം 25 വർഷം എങ്കിലും ഇവര് പ്രസംഗിച്ചിട്ടുള്ളത് ഉണർവെന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഇങ്ങനെ കൈ വീശുമ്പോഴത്തേക്കിന് ഒരു കൂട്ടം ആൾക്കാർ ഈ എന്താ പറയുന്നത്, എണ്ണയിലോട്ട് കടുകിടുന്ന പോലെ പൊട്ടുന്ന പോലെ അങ്ങ് പൊട്ടും. അതാണ് ഇവർ ഇത്രയും നാളും പ്രസംഗിച്ചതാണ്. നമ്മുടെ പെന്തിക്കോസ്തുകാർക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ?
അവര് സമയമാകുമ്പോൾ ഡെഫിനിഷൻ അങ്ങ് മാറ്റും. അവർക്ക് തോന്നുമ്പോൾ അവരുടേതായ ഒരു ഡെഫിനിഷൻ, അതിന് വേണ്ടി കുറച്ച് പാസ്റ്റർമാർ ഇറങ്ങാറുണ്ട്. അപ്പൊ ഇന്നും ഈ പഴയ ഉണർവ് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സഭയിൽ ഇന്ന് പോയാലും അവരോട് ചോദിച്ചാൽ ഉണർവ് എന്താണ്, ഈ എണ്ണയിലോട്ട് കടു ഇടുന്ന പോലെ പൊട്ടുന്നതാണ് ഉണർവെന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ ഇന്നും ഉണ്ട്. എന്റെ കൊച്ചിലെ മുഴുവൻ ഇതായിരുന്നു. എവിടെ പോയാലും നമ്മുടെ ഈ മറ്റേ പണ്ടൊരു കാഹളം എന്ന് പറയുന്ന മാസികയൊക്കെ വരുമായിരുന്നു. അങ്ങനെ എന്തെല്ലാം മാസിക അതിലൊക്കെ വായിച്ചിട്ട് എൻ്റെ അമ്മച്ചി എന്നോട് പറയുന്ന, മോനെ തോന്റെ പോൾ യോങ്കിച്ചോ വന്നു, എന്തോ ഉണർവായിരുന്നു. ചോദിച്ചു കഴിയുമ്പോൾ ആൾക്കാർ പോയിട്ട് വന്നവരെന്താ പറയുന്നത്, അവിടെ അങ്ങ് ആരാധനയായിരുന്നെന്നാ. ആൾക്കാർ നിലം തൊടാതെ ആരാധിക്കുമായിരുന്ന. പക്ഷെ ഇന്ന് ഇപ്പൊ ഫിന്നി പാസ്റ്റർ പറയുന്നത് എന്തുവാ, ഇത് ശബ്ദമലിനീകരണം മാത്രമാണ്. ഇപ്പൊ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പം നമ്മളെ കൊണ്ട് ചാടിപ്പിച്ച് ഇത്രയും വലിയ ക്രൂസൈഡിന്റെ പൈസ ഇത് ഇവരുടെ വെയിറ്റിൽ നിന്നൊന്നും കൊണ്ടുവന്ന പൈസ അല്ലായിരുന്നല്ലോ. പാവപ്പെട്ടവൻ ആദ്യം പിരിക്കണം, ക്രൂസൈഡ് ഉണ്ടാകും. ക്രൂസൈഡ് ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ സ്തോത്രാഴ്ച ഇടണം, പിന്നെ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിനുള്ള ഫണ്ട് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ് മേടിച്ചത്. അന്നേരം നമുക്ക് വിറ്റോണ്ടിരുന്നത് എന്തായിരുന്നു, ലേഹ്യം. ഇതാണ് ഉണർന്ന് പറഞ്ഞാണ്, ഇതാ 3 നേരം ഇതാ കഴിച്ചാൽ മതി ഉണർവാന്ന് പറഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരുന്നു. ആശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മളത് 3 നേരവും മുടങ്ങാതെ പത്യം നോക്കി തിന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഇവർ അത് അതിന്റെ പശുവിന്റെ കറവ നിന്നപ്പം ഇപ്പൊ അതല്ല. ഇപ്പൊ നമുക്കൊരു ജേഴ്സി പശു ഉണ്ട്, അതെന്താ, അത് വെച്ചാൽ പുതിയൊരു എന്തോ ഒരു ഡെഫിനിഷൻ. ഇത്രയും വർഷവും ഈ പിതാക്കന്മാരെ പ്രസംഗിച്ച ഒന്നും അല്ല എന്നാണ് ഫിന്നി പാസ്റ്റർ പറഞ്ഞു വരുന്നത്. ഒരു പുതിയ എന്തോ ഡെഫിനിഷൻ ഉണ്ട്. അതെന്താണെന്നും കൂടി ഫിന്നി പാസ്റ്റർ ഒന്ന് പറയണം. ഈ ഉണർവ്, രണ്ടാമത് വരുന്ന ഉണർവ് എന്താന്ന്. കാരണം നമ്മുടെ പിതാക്കന്മാർ മണ്ടന്മാരായിപ്പോയല്ലോ. അപ്പം കുട്ടനാടിൽ നിന്നാണ് ഞാൻ വരുന്നത്. കണ്ടെത്തി പണി എടുത്തോണ്ട് വരുന്ന ആൾക്കാർ ഇതിനു വേണ്ടി ഇതിന് 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഉണർവിന് പൈസ കൊടുത്തോണ്ടിരുന്ന ആൾക്കാർ അവർ മണ്ടന്മാരായോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഡെഫിനിഷൻ ചാടി 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 ഇങ്ങനെ പോവുക. ഇന്ന് പറയുന്നല്ല നാളെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നിൽ ഉറച്ചു നിൽക്കുക, എന്താണ് നിങ്ങൾ അത് ഡിഫൈൻ ചെയ്യുക. അപ്പൊ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പ്ലീസ് ഡിഫൈൻ ഉണർവ്. ഇനി ഞങ്ങൾ അതിനു വേണ്ടി ഫണ്ടിങ് ചെയ്ത് തുടങ്ങാം. ഈ പാവപ്പെട്ട വിശ്വാസിയെ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കിടക്കുന്ന വിശ്വാസി, ഇനി നിങ്ങളുടെ ഈ രണ്ടാം ഡെഫിനിഷൻ ഉണർവും ഇനി ഞങ്ങൾ ഫണ്ട് ചെയ്യാം. അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് പൈസ ഇറക്കുന്നതല്ലല്ലോ. അപ്പൊ നമുക്ക് ഇനി അതും ഫണ്ട് ചെയ്യാം. അതേ ഉള്ളൂ ഇനി ബാക്കി. ദയവായി ഡിഫൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം. പ്രോപ്പറായിട്ടൊരു ഡോക്ടറിന് ഇല്ലാത്തതിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. ഇവർക്ക് തോന്നുമ്പം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. ആരും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു, അവര് പറഞ്ഞെങ്കിൽ അവരുടെ കുഴപ്പം, പക്ഷെ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു ഡോക്ടറിനുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാം, പാസ്റ്ററെ പറഞ്ഞത് തെറ്റാണല്ലോ. ഇപ്പൊ ഉണർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പുതിയ ഡെഫിനിഷൻ പറയും. ആ ഡെഫിനിഷനുമായിട്ട് എത്ര പാസ്റ്റർമാർ ഒത്തുപോകുമെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും ഒത്തുപോകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ പുള്ളി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ചിലപ്പം പുള്ളി അത് പറയുന്നതായിരിക്കും, യഥാർത്ഥ ഉണർവുണ്ടെങ്കിൽ ജീവിതങ്ങൾ മാറുമെന്ന്. ഐ തിങ്ക് പുള്ളി അത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഫിന്നി പറയുന്ന ഒരു കാര്യവും ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യാനും ഒക്കത്തില്ല, ഡിസ്പ്രൂവ് ചെയ്യാനും ഒക്കത്തില്ല. അങ്ങനത്തെ ഒരു ക്ലെയിംസ് പുള്ളി വെക്കുന്നത്. അതായതിപ്പം യഥാർത്ഥ ഉണർവുണ്ടെങ്കിൽ ജീവിതങ്ങൾ മാറും. ഓക്കെ, അപ്പൊ അത് ഇപ്പോ ഉള്ള പെന്തിക്കോസുകാരില് എല്ലായിടത്തും എല്ലാവരുടെ ജീവിതം മാറിയിരിക്കുക. അല്ലെങ്കിൽ പെന്തിക്കോസ് അല്ലാത്ത ഒരാളുടെ ജീവിതം മാറുകയാണെങ്കിൽ അതെങ്ങനെയാ മാറുന്നത്? അപ്പോൾ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാലും യുനോ എങ്ങനെ പറഞ്ഞാൽ അതൊരു മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ വലിയ പാടാണ്. ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാരുടെ പലരുടെ ജീവിതങ്ങൾ മാറുന്നുണ്ട്, ട്രാൻസ്ഫോം ആവുന്നുണ്ട്, റിഫോം ആവുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഈ പുള്ളിയുടെ ഡെഫിനേഷനിൽ ഈ പെന്തിക്കോസിൽ നിന്ന് മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് നിന്നാലും മാത്രമേ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കത്തുള്ളൂ. എനിക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നീല് പറഞ്ഞത് അത് കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയണം, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇവരുടെ ലൈഫ് ഇത്ര രീതിയിൽ മെച്ചപ്പെട്ടു. ഉദാഹരണത്തിന് ദൈവാനുഗ്രഹം കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുമ്പം ഒരു പർട്ടിക്കുലർ അസുഖം അത് ഈ ഗ്രൂപ്പിനിടയിൽ കാണാനേ ഇല്ല. ഉദാഹരണത്തിന് പെന്തക്കോസ്തുകാർക്കിടയിൽ ക്യാൻസറേ വരുന്നില്ല. അതൊരു ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി ആ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, ഓക്കെ, ഇങ്ങനത്തെ ഒരു അനുഗ്രഹം കിട്ടി എന്നുള്ളത്. പക്ഷെ ഇവിടെ വളരെ ആബ്സ്ട്രാക്ട് ആയിട്ട് ഒരു എന്താ പറയുന്നത്, നമുക്ക് ഒരു രീതിയിലും മെഷർ ചെയ്യാൻ പറ്റാത്ത മൂവ് ചെയ്യുന്ന, അതായത് നീങ്ങുന്ന ഒരു ഗോൾ പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് ഉണർവ്, അതാണ് ഇതെന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? കാരണം നമ്മൾ നിഴലിനെ പിടിക്കാൻ പോകുന്ന പോലെ ആയിരിക്കും നമ്മൾ ഇതേപോലെ ഒരു നീങ്ങുന്ന ഗോൾ പോസ്റ്റിന് പുറകെ പോവുകയാണ്. പറയുമ്പോൾ വാക്കുകൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫിന്നി പാസ്റ്ററിന് ചെയ്യേണ്ടത്.
പക്ഷെ അങ്ങനെ ചെയ്യാത്തതാണ് പാസ്റ്റർമാരുടെ വിജയം. അതാ ഞാൻ പറയാൻ വന്നത്. സത്യം ഇതാണ് പാസ്റ്റർമാരുടെ പൊതുവെ ഉള്ള വിജയം. കാരണം ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ലൈഫിൽ ഒരു അനുഗ്രഹം ഉണ്ടായി, ഒരു രോഗസൗഖ്യം ഉണ്ടായി, അല്ലെ എന്ത് രോഗസൗഖ്യം എന്ന് വെച്ചാൽ ആശുപത്രി കൊണ്ട് കാണിച്ച് 4 സൈക്കിൾ കീമോന്റെ കഴിഞ്ഞ് അത് കഴിഞ്ഞുണ്ടാകുന്ന രോഗസൗഖ്യമാണ്. അല്ലാതെ രോഗസൗഖ്യം അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കാല് 4 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പം 3.25 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവൻ അവിടെ ചെന്ന് ഉടനെ തുറന്നപ്പോഴത്തേന് അത് സാക്ഷ്യമായി. 4 ആഴ്ച ഡോക്ടർ പറഞ്ഞ 3.25 ആഴ്ചയിൽ അത് തുറപ്പിച്ചു. കണ്ടോ, ആൾക്കാർക്ക് അതായി കഴിയുമ്പോൾ അവർ വലിയ കാര്യമായിട്ട് പറയും. നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവർ മ്യൂസീഷ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഈ സ്റ്റീഫൻ ദേവസ്യ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ അവിടെ പാടാൻ വരുമായിരുന്നു. ഇവരെ പൊക്കിക്കൊണ്ട് നടന്നതിന്റെ കയ്യും കണക്കും ഇല്ല. അയാൾ സിനിമയിലേക്ക് പാടാൻ പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുന്ന സ്റ്റീഫൻ ദേവസ്യ നമുക്ക് വേണ്ടി പാടിയപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവൻ ഏറ്റവും വലിയ ആളാണ്, വലിയ ദൈവം അനുഗ്രഹിച്ച ദാസനാന്ന് പറഞ്ഞ് സിനിമയിൽ പാടിയപ്പോൾ എന്താ പറഞ്ഞത്? സേവയുണ്ട്, അതുകൊണ്ട് അവൻ ഈ ഉയർച്ച ഉണ്ടാകുന്നതെന്ന്. അപ്പൊ ഇതിൽ സത്യം എന്താ? അപ്പൊ ഇവർക്ക് വേണ്ടി ചെയ്യുമ്പം, ഇവർക്ക് വേണ്ടി ഫണ്ട് കൊടുക്കുമ്പം, ഇവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പ്രവർത്തിച്ചു. ചിലപ്പോൾ സ്റ്റീഫൻ ദേവസ്യ ഫ്രീ അല്ലായിരിക്കും ചെയ്തത്, എന്നാൽ ഇവർക്ക് വേണ്ടി ചെയ്തപ്പം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദാസനായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, സ്റ്റീഫൻ ദേവസ്യ ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പ്രസംഗിച്ച പാസ്റ്റർമാരുണ്ട്. അയാൾ സേവ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഉയർച്ച അയാൾക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിലും സിനിമാക്കാരെ കുറിച്ച് അറിയാമല്ലോ, അവര് സേവ ഉള്ളവരാണ്, സാത്താനെ സേവിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഇവർക്ക് തന്നെ സ്റ്റാൻഡേർഡ് ഇല്ല, ഇവർക്ക് തന്നെ ഉറപ്പില്ല ഈ സ്റ്റീഫൻ ദേവസ്യ അനുഗ്രഹിച്ച ആരാണ്, സാത്താനാണോ ദൈവമാണോ എന്നുള്ള, ഈ പാട്ട് പാടാനുള്ള കഴിവൊക്കെ കൊടുത്ത ആരാണെന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, സൗഖ്യം കിട്ടുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട സഭയിൽ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് സൗഖ്യമായി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം കൊടുത്ത. മറ്റേ വല്ലതും ആണെങ്കിൽ അത് നടക്കും, അല്ലെ അവന് വല്ലതും ഉണ്ട്, അല്ലെങ്കിൽ അവൻ വേളാങ്കണ്ണി അല്ല. രണ്ടാമത് പറയുന്നതാണ്, മറ്റേ ഹിന്ദുക്കളെ അങ്ങ് വിട്ട് വേളാങ്കണ്ണി പോകുന്നുണ്ടെന്ന് പറയും, മണർകാട് പോകുന്നുണ്ടെന്ന് ഇവര് പറയും. എന്റെ വീട്ടിൽ വന്ന് പ്രവചിച്ച കാര്യമാണ്, നിങ്ങൾക്കെതിരെ മണർകാടാണോ വേളാങ്കണ്ണിയിലാണോ സേവ ചെയ്യുന്നുണ്ടെന്ന്. എവിടാ? മണർകാടും വേളാങ്കണ്ണി രണ്ട് ദൈവമാതാവിന്റെ സ്ഥലങ്ങളാ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്ഥലം. അവിടെ സേവ ചെയ്യുന്നുണ്ടെന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു. വേറെ പ്രവാചകൻ വന്ന് പറയുന്നത് എന്താ? ദൈവം നിങ്ങളെ ശോധനയിലൂടെ കടത്തി വിടുക. അപ്പൊ ഇതിൽ രണ്ടില് കാര്യം യഥാർത്ഥം എന്താ? ദൈവം നമ്മളെ ശോധനയിൽ കടത്തി വിടുന്നതാണോ, അതോ ഞങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കാർ വേളാങ്കണ്ണി സേവ ചെയ്യുന്നതാണോ? ഇവർക്ക് അന്നേരം എന്ത് തോന്നുന്നു പറയുന്നു. 500 രൂപ, അന്ന് 500 ആയിരുന്നു വലിയ രൂപ. ഇന്നേക്ക് 20 വർഷം മുന്നത്തെ കാര്യമാണ്. 500 100 250 മേടിച്ചിട്ട് പോകും, അത്രയേ ഉള്ളായിരുന്നു. അതും ഇന്നും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കേണ്ടതുണ്ട്, നമ്മൾ ഇത് ഇന്നും അതിനുവേണ്ടിയാണോ ചെയ്യുന്നെന്നുള്ളത്. ഇതിനകത്ത് ഒരു അർത്ഥതത്വം കൂടെ ഞാൻ പറയാം. ഇപ്പം ഇവരുടെ പ്രിയത്തിലുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ദൈവം പരീക്ഷിക്കുന്നതാണ്. എന്നാൽ വേറൊരു ക്രിസ്ത്യാനി, ഇവരുടെ സഭയിലല്ലാത്ത വേറൊരു പെന്തക്കോസ്ത് സഭയിലുള്ള ഒരു ക്രിസ്ത്യാനി, അയാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിച്ചത്. ഒരു അസുഖം വന്നിരിക്കുന്ന ഒരാളോട് തന്നെ ഇവർ വന്ന് ഇത് പറയും എന്നുള്ളതാണ്. അത്രയ്ക്ക് എന്താ, ഒരു എമ്പതി ഇല്ലാതെ, അതായത് ക്രിസ്തു പഠിപ്പിച്ചത് എമ്പതിയുടെ ഒരു പാഠം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു എമ്പതി പോലും കാണിക്കാതെ നിങ്ങളോട് വന്നിട്ട് പറയുകയാണ് നിങ്ങളെ ദൈവം ശിക്ഷിച്ചതാണ്. എനിക്ക് അതിനകത്തെ എന്താ പറയുന്നത്, ആ ഒരു ക്രിസ്തീയ നന്മ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്കൊരു അസുഖം വന്നിരിക്കുമ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ദൈവം നിങ്ങളെ ശിക്ഷിച്ചത്, നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ പോലും. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, പെന്തക്കോസ്ത് വിട്ടുപോകുന്നവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്? അതിന് ഒന്നിലധികം കാരണം. ഞാൻ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു. അതായത് ഈ ചെറുപ്പക്കാരൊക്കെ കുറെ നാളായിട്ട് യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്. പുതിയ ആളുകളൊന്നുമില്ല, വർഷങ്ങളായിട്ട് ഇവർ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരാണ്. അന്ന് പല കാര്യങ്ങളും പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ ഇട്ടു, വലിയ റേഞ്ച് ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ അടുത്ത സമയത്ത് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, പെന്തക്കോസ്റ്റുകാർക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ് ആകും, ആളുകൾ കൂടുതൽ കാണും, അവരുടെ യൂട്യൂബിൽ വരുന്ന സബ്സ്ക്രിപ്ഷൻ കൂടും, വ്യൂ കൂടും, ഒപ്പം വരുമാനവും കൂടും. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവം പെന്തക്കോസ്റ്റുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് 2 വീഡിയോ ഇടുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആളുകൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ താഴെ ചെന്നിട്ട് ഒന്നിൽ അവനെ ശാസിക്കും, അവനെ കുറ്റം പറയും, അല്ലെങ്കിൽ മോനെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ രക്ഷിക്കപ്പെടാ എന്നൊക്കെ കമന്റ് ഇടും. അവൻ ഒളിച്ചിരിക്കുക. കാരണം ഈ കമന്റ് നമ്മൾ ഇടുമ്പോൾ നമ്മളെന്താ ഓർക്കുന്നത്, ഈ കമന്റ് അവനെ ഗുണപിടിപ്പിക്കും. പക്ഷെ അവൻ എന്താണ് ഉള്ളിച്ചിരിക്കുന്നതെന്നറിയാം? വന്നത് 90% നെഗറ്റീവ് കമന്റ് ആണെങ്കിലും യൂട്യൂബിന്റെ ഒരു പ്രശ്നമുണ്ട്. കമന്റുകൾ എത്രയും കൂടുതൽ വരുന്നു യൂട്യൂബ് ചിന്തിക്കും, അല്ലെങ്കിൽ യൂട്യൂബിന്റെ ആൽഗോരിതം നോക്കി. യൂട്യൂബിന്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. യൂട്യൂബിന്റെ ആൽഗോരിതം വർക്ക് ചെയ്യുന്നത് കൂടുതൽ കമന്റുകൾ കിട്ടുന്ന വീഡിയോ, കൂടുതൽ ലൈക്കും ഡിസ്ലൈക്കും കിട്ടുന്ന വീഡിയോ, ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന വീഡിയോ ആണ്, അവരതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അതായത് യൂട്യൂബ് തന്നെ ആ വീഡിയോയെ കൂടുതൽ ആളുകളിൽ എത്തുവാൻ സഹായിക്കും. അത്ര നല്ല വീഡിയോ ആണെങ്കിൽ കമന്റും ലൈക്കും ഒന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് വർക്ക് ചെയ്ത് ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത വീഡിയോ.
അപ്പൊ ശരിക്കും നമ്മൾ നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ വീഡിയോ കൂടുതൽ പ്രചരിപ്പിക്കാൻ നമ്മൾ സഹായിക്കുകയാണ്. അങ്ങനെ വീഡിയോ കണ്ടമാനം അവർ പ്രചരിക്കും. അവർക്ക് വേണ്ടതും അതാണ്, അവരുടെ വീഡിയോ നന്നായിട്ട് ഓടണം. അപ്പൊ ഇതൊരു പാറ്റേൺ ആണ്. അതായത് പെന്തക്കോസ്റ്റുകാരെ രണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക, ആളുകൾ ഇതങ്ങ് ഏറ്റെടുക്കുക, നമ്മുടെ ആളുകൾ തന്നെ അങ്ങ് ഷെയർ ചെയ്യും. അവർക്കതാ വേണ്ടത്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ഈ എക്സ്പെന്തക്കോസ്തുകാരെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ഞാനാണ്. ഞാൻ ആ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് വരെ എനിക്ക് സോഷ്യൽ മീഡിയയേ ഇല്ല. ഏകദേശം 8-10 വർഷത്തോളമായിട്ട് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ്. പബ്ലിക്കലി ഷെയർ ചെയ്യുന്നത് പോയിട്ട് എനിക്ക് പ്രൈവറ്റായി പോലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലാതിരുന്ന വ്യക്തിയാണ്. ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയത് ജൂൺ 14-15 കഴിഞ്ഞ വർഷമാണ്. ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതിന്റെ പിറ്റേ ദിവസമാണ്. പിന്നീട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും സംസാരിച്ചു തുടങ്ങിയ ഞാൻ വന്നതിന് ശേഷം ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇവരെ ഓരോരുത്തരെയും പുറത്തേക്ക് കൊണ്ടുവന്ന് സംസാരിപ്പിച്ചത്. അങ്ങനെ തുടങ്ങിയത്. ഇതിൽ ആരുടെയാണ് പുള്ളി കണ്ടതെന്നാണ് എനിക്കറിയാത്തത്. ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുടേത് കണ്ടാലേ നമുക്ക് പാറ്റേൺ എന്നെങ്കിലും പറയാൻ പറ്റും. ആകെപ്പാടെ അതിൽ ഇപ്പോൾ എക്സ്പെന്തക്കോസ്റ്റിൽ നേരത്തെ തൊട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ജോഫസ് ആണ്. ജോഫസിന്റെ നോക്കുമ്പോഴേക്കും പുള്ളി പറയുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ നേരത്തെ തൊട്ടേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു, റീച്ചും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 97,000 90 സംതിങ് 90,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ജോഫസ്. പല ലക്ഷങ്ങൾ വ്യൂസ് ഉള്ള വീഡിയോസ് പല അനവധി പുള്ളിക്കാരൻ്റെ അതിലുണ്ട്. എങ്കിൽ പോലും പാറ്റേൺ ആയിട്ട് കാണണമെങ്കിൽ രണ്ടുപേരെങ്കിലും മിനിമം അതിൽ കണ്ടിരിക്കണം. ഇവിടെയാണ് ഈ ഒരു പാറ്റേൺ പുള്ളി ശ്രദ്ധിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അതിലും രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടത്, ഒരു ദിവസം 7-8 വീഡിയോ ആണ് നമ്മുടെ ഫിന്നി പാസ്റ്റർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരു ഫുൾ ടൈം പാസ്റ്റർ ആണെന്നാണ് പറയുന്നത്, സഭയുടെ ചാർജ് കാര്യങ്ങൾ. ഒരു ദിവസം ഇങ്ങനെ 7-8 വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്ത് ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനും ജാഗരിക്കാനും ഉപവസിക്കാനും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പുള്ളിക്കാരൻ എവിടുന്നാണ് സമയം എന്നാണ് എനിക്ക് അറിയാത്തത്. എന്നിട്ട് പുള്ളി പറയുകയാണ്, ഈ കാണുന്ന വ്യക്തികളെല്ലാം ആദ്യം തൊട്ടേ ഇങ്ങനെ ചെയ്യുകയാണ്. ഇതിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇതിനെ വിറ്റ് പുട്ടാക്കി കാശാക്കാൻ നോക്കുന്നതെന്ന് ആ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ആൾക്കാർക്ക് തന്നെ മനസ്സിലാകും. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത്, ഈ പ്രാർത്ഥന കുറവും ഈ ദിവസം 7 വീഡിയോ ഇടുന്നതും ഈ പ്രാർത്ഥനയുടെയും ജാഗരണത്തിന്റെ ഉപവാസത്തിന്റെ കുറവ് ഫിന്നി പാസ്റ്ററിന്റെ വിശ്വാസത്തിൽ നന്നായിട്ട് കാണാനുണ്ട്. ഇപ്പം ബാക്കി നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല, പക്ഷെ ഞാൻ അത് വിവേചിച്ച് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആ കമന്റ് ഇടുന്നവരെ പാസ്റ്റർ പരിഹസിക്കുന്ന കണ്ടോ? നിനക്ക് വേണ്ടി മോനെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്ന ആൾക്കാരെ, ഒരു വിശ്വാസമുള്ള ആള് നീതിമാന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന്, അല്ലെങ്കിൽ നിനക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോവാൻ പറഞ്ഞ നീങ്ങിപ്പോകുന്ന കർത്താവാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ മേളിൽ ഇരിക്കുന്ന ഈ 3 പേരെ ദൈവം രക്ഷിക്കത്തില്ല എന്ന് ഫിന്നി പാസ്റ്റർ പറയുന്നത് എങ്ങനെ അത് പറയാൻ പറ്റും? ആ താഴെ വിശ്വാസത്തോട് ഒരാൾ വന്ന് പറയുന്നു, മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോടാ. അവിടെയും ഫിന്നി പാസ്റ്ററിന് കാണാൻ കഴിഞ്ഞ എന്താണെന്നറിയോ? ഇതിൽ നിന്ന് മറ്റവന് കാശുണ്ടാവുന്നുണ്ടോ? സ്വന്തം വിശ്വാസിയുടെ വിശ്വാസം കാണാൻ കഴിഞ്ഞില്ല. ഇതാണ് നിങ്ങളുടെ കണ്ണിൽ ജഡത്തിന്റെ അന്ധത ബാധിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വളരെ വേദനയോട് ഫിന്നി പാസ്റ്ററെ ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്, ജഡത്തിന്റെ അന്ധത ബാധിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകും. അവരെ രക്ഷിക്കുമെന്ന് താഴെ ഒരു പാവപ്പെട്ട വിശ്വാസി എഴുതി അതിനെ പരിഹസിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ലെ ഇവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ സഭയിൽ, ഫിന്നി പാസ്റ്റർ പറയുന്ന ഈ സഭയിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളത് വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണോ? അപ്പം വന്ന് ആത്മാർത്ഥതയോട് വിശ്വസിച്ച ഒരു പാവപ്പെട്ട വിശ്വാസിയായിരിക്കും അത് പറഞ്ഞിട്ടുള്ളത്. മോനെ അരുണെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നീൽ അല്ലെ സത്വം അല്ലെ ജേക്കബിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ വന്ന് കമന്റ് അടിച്ച, ആ വിശ്വാസത്തോടെ കമന്റ് അടിച്ച, നിർമ്മലമായ വിശ്വാസത്തോടെ കമന്റ് അടിച്ച ഒരാളെ ഫിന്നി പാസ്റ്റർ പരിഹസിക്കുക. കാരണം അവർക്ക് പൈസ മാത്രമേ കാണുന്നുള്ളൂ. അവന് കിട്ടുന്നുണ്ട്, അവന് ലൈക്ക് കിട്ടുന്നുണ്ട്, അവൻ അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്. എടാ, അവന്റെ വിശ്വാസം എന്തുകൊണ്ട് നിനക്ക് കാണാൻ കഴിയുന്നില്ല? അത് ഈ പ്രാർത്ഥനയുടെ കുറവാണ്, ഈ വിശ്വാസത്തിന്റെ കുറവാണ്. ആ താഴെ കമന്റ് അടിച്ചവന്റെ 10-1 വിശ്വാസം പോലും പാസ്റ്ററിന് ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റർ ഇത് പറയത്തില്ലായിരുന്നു. ഇറ്റ്സ് എ ഷെയിം. ഇന്നത്തെ പാസ്റ്റർ കമ്മ്യൂണിറ്റിയിൽ ഇത് ഷെയിമാണ്. അവർ അത്ര, ഞാൻ വിശ്വാസത്തോടെ ഓരോ പാസ്റ്റർമാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർമാരെ ചിരിച്ച് കളിയാക്കിയിട്ടുണ്ട് എന്റെ കൊച്ചിലെ എന്റെ വിശ്വാസം കാരണം അവർക്കറിയാം ഇതൊക്കെ വെറുതെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ പറയുന്ന കാര്യമാണ്. അപ്പൊ അതിപ്പോ തെളിവായിട്ടുണ്ട് ഇതിനകത്ത്. പിന്നീട് വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, പുള്ളിക്കാരനെ ഇടുന്ന വീഡിയോസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ. അതില് ഞാൻ ശ്രദ്ധിച്ചത്, പുള്ളി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ ജോബി ഹൽവിൻ പറഞ്ഞ പോലെ സുവിശേഷീകരണത്തിനായിട്ടാണോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റീസെൻ്റ്ലി അമേരിക്കയിൽ ഒരു TPM വിശ്വാസി കല്യാണത്തിന് ശേഷം ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരിച്ചത്. ആ ഒരു അപകടത്തിനെ പോലും കോണ്ടന്റ് ആക്കി വിൽക്കാൻ ശ്രമിച്ചൊരു അദ്ദേഹമാണ്. അതുമാത്രമല്ലാതെ സലീം കുമാറിന്റെ മരണം, ആ ഒരു മരിച്ചൊരു മനുഷ്യനെ
അയാളുടെ ആത്മാവ് എവിടേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ലിറ്ററലി സലീം കുമാർ നരകത്തിൽ ചെന്ന് അവസാനിക്കും എന്ന് വെച്ചാൽ മരണത്തിനെ പോലും, ഒരു വ്യക്തിയുടെ മരണത്തെ പോലും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരു പാസ്റ്ററാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കോമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി പേര് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് ഈ TPM-ലെ ആ ഒരു പയ്യൻ്റെത്. പക്ഷേ എൻ്റെ ഒരു എത്തിക്കൽ വാല്യൂ എന്നെ അതിന് സമ്മതിച്ചില്ല. എനിക്ക് വളരെ സിമ്പിൾ ചോദിക്കാവുന്നതേ ഉള്ളായിരുന്നു, എവിടെയായിരുന്നു നിങ്ങളുടെ ദൈവം, എവിടെയായിരുന്നു ഇവരെ രക്ഷിക്കാനുള്ള സമയത്ത് എന്ന് ചോദിച്ച് എനിക്കൊരു ഷോർട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈറലാകും. പക്ഷേ എൻ്റെ ഒരു മാന്യത, മനുഷ്യനെന്ന നിലയിൽ ഒരു മരണത്തെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. ആ ഒരു അവസരത്തിൽ പോലും അതിനെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിക്കല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ ഫിന്നി പാസ്റ്റർ ആണെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് ഇവന്റ്സിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ ഫിന്നി പാസ്റ്റർ ഇപ്പൊ പറയും ഞാൻ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ ഒന്നിച്ച് ചെയ്തിട്ട് അത് ഞാൻ ഇങ്ങനെ ചെയ്യുവാണ് എന്നുള്ളത്, ബാക്കി സമയം മുഴുവൻ പ്രാർത്ഥനയിലാണ് എന്ന്. അല്ല, അപ്പം റെലവെന്റ് ആയിട്ട് കറണ്ട് ഇവന്റ്സിനെ കുറിച്ചാണ് ആത്മാവില് ഫിന്നി പാസ്റ്റർ കമന്ററി നൽകുന്നത് അല്ലേ? എക്സാക്ട്ലി. പുള്ളിയുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ഇന്നത്തെ പത്രത്തിലോ ഇന്ന് ലൈം ലൈറ്റിൽ നിൽക്കുന്ന എന്ത് കാര്യമാണോ എന്ന് വെച്ചാൽ വ്യൂസ് കിട്ടാൻ എനിക്ക് എന്ത് സാധനം കിട്ടും അതിനെക്കുറിച്ചെല്ലാം പുള്ളി സംസാരിക്കും. പാഠഭേദമെന്നും ഗ്ലോബൽ ന്യൂസ് എന്നും പല പേരിട്ടിട്ട് അന്നത്തെ ക്ലിക്ക് ബൈറ്റബിൾ സാധനത്തെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് പുള്ളിക്കാരന്റെ പരിപാടി. ഈവൻ പുള്ളിക്കാരന്റെ കോമന്റ്സിൽ ചെന്നാൽ നമുക്കത് കാണാൻ സാധിക്കും. പാസ്റ്റർ എന്തിനാണ് ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത്, ഈ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പോരെ എന്ന് വിശ്വാസികൾ പോലും അതിലെ കോമന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് നമ്മളെ വിധിക്കുന്നത്. അല്ല, അവര് യഥാർത്ഥ വിശ്വാസികളല്ലല്ലോ അരുണെ. അവര് സാത്താൻ കൊണ്ട് നടക്കുന്ന നരകത്തിന്റെ കുഞ്ഞാടുകളാണ്. അവര് യഥാർത്ഥ വിശ്വാസിയല്ല. ഇവരെ എവിടെ ചോദ്യം ചെയ്യുന്നു അതോടെ നമ്മുടെ വിശ്വാസവും ഉടനെ സർട്ടിഫിക്കറ്റ് തരുക, ഉടനെ ഭ്രഷ്ട് കൽപ്പിച്ച് നമ്മളെ അങ്ങ് പുറത്താക്കും. ഈ സാധാരണക്കാരനെ, കഴിവില്ലാത്തവൻ എന്തെങ്കിലും സഭയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പുറത്താക്കും. എനിക്ക് പറയാനുള്ളത്, പുള്ളി പറയുന്ന ഇത് റീച്ച് കിട്ടാൻ വേണ്ടി ഇത് പെന്തിക്കോസുകാർ 4 ചീത്ത വിളിച്ചാല് റീച്ച് കിട്ടും. അപ്പോൾ അതിനർത്ഥം അരുൺ ഇടുന്ന കോണ്ടന്റില് സബ്സ്റ്റൻസ് ഇല്ല, അല്ലാതെ ഒരു കാര്യമില്ല. അരുണിന്റെ കോണ്ടന്റ് ജഡ്ജ് ചെയ്യാതെ ജസ്റ്റ് അരുണിന്റെ മോട്ടീവ്, ഇന്റൻഷൻ ജഡ്ജ് ചെയ്യുക പുള്ളി. അരുൺ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ഇവന്റെ ഇന്റൻഷൻ എന്തുവാ, 4 കാശ് ഉണ്ടാക്കാൻ. ഇറ്റ്സ് നോട്ട് ജഡ്ജിങ് യു ബൈ യുവർ കോണ്ടന്റ്, ബട്ട് ഹി ഈസ് ആട്രിബ്യൂട്ടിങ് റോങ് മോട്ടീവ്സ്. ഞാൻ ഈ എക്സ് പെന്തിക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞ് ഇന്ന് വരുന്ന പല ചെറുപ്പക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് മനസ്സിലായി 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പറയുന്നത് പോലെ ഉണർവിന്റെ ഒരു അന്തരീക്ഷമോ അല്ല എങ്കിൽ ഈ പറഞ്ഞ പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ പേരിന് മാത്രം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പൊതുവിൽ എല്ലാവർക്കും ഗുണത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, പല എക്സ് പെന്തിക്കോസ്റ്റൽ ചെറുപ്പക്കാരും അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാനുള്ള ഒരു കാരണം അവരുടെ വീട്ടിൽ ഈ പെന്തക്കോസ്റ്റ് ഒന്നും അവർ കണ്ടിട്ടില്ല. വെറുതെ വാഗോട് പെന്തക്കോസ്റ്റ് പറയുമെങ്കിലും അകത്ത്, കുടുംബത്തിന്റെ അകത്ത് ഈ അഗ്നിയന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മക്കളാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. വെളി വരുമ്പോൾ നമ്മൾ വലിയ പെന്തക്കോസ്റ്റുകാരായിരിക്കും, പക്ഷെ വീട്ടിന്റെ അകത്ത് അപ്പൻ അമ്മ ആരാണ്, അവരുടെ സംസാരം, അവരുടെ ജീവിതശൈലി, അവരുടെ വിശ്വാസങ്ങൾ ഏതാണെന്ന് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഹിപ്പോക്രസി, ഈ കാപട്യം കുഞ്ഞുങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുന്നു. അവർക്ക് നമ്മളോടും നമ്മുടെ വിശ്വാസത്തോട് എതിർപ്പ് തോന്നുന്നു, അവർ വിട്ടുപോകുന്നു. ഇത് പലപ്പോഴും സംഭവിക്കുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരുന്നത് അതിന്റെ ഒരു മറുഭാഗമുണ്ട്. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഒരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ഒരു അന്തരീക്ഷം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ എന്നെ കാണിച്ച വഴി സത്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ മടങ്ങി വന്നു. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു, നല്ല ആത്മീക അന്തരീക്ഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. ചർച്ചിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബങ്ങൾ, നോഹയുടെ വിജയോടെ നോഹയുടെ മക്കൾ ആരും നോഹയെ വിട്ടുപോയില്ല. കാരണം നോഹ ജനുവനാണെന്ന് നോഹയുടെ മക്കൾക്ക് അറിയാമായിരുന്നു. ആ വിധത്തിൽ നാം നമ്മുടെ വീട്ടിൽ ജനുവനായി വിശ്വാസ ജീവിതം നയിക്കണം. ലോത്തായി മാറരുത്, നോഹയായിട്ടേ മാറാവുള്ളൂ നമ്മുടെ വീട്ടിൽ. ഒരു വാക്കൂടെ പറയാം, ഈ പറഞ്ഞ എക്സ് പെന്തക്കോസ്റ്റുകാർ ചെറുപ്പക്കാർ, അവരിൽ പലരും നാളെ ഒരു കാലത്ത് മടങ്ങി വന്ന് നല്ല സാക്ഷികളായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റെനി ജോർജിന് മടങ്ങി വരാൻ പറ്റുമെങ്കിൽ ഈ ചെറുപ്പക്കാർക്കും മടങ്ങി വരാൻ സാധ്യതയില്ലേ? പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ പോപ്പുലറായി മാറുന്നത് കൊണ്ട് മടങ്ങി വരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ ഈഗോ അതിന് സമ്മതിക്കത്തില്ല. പിന്നെ അവരെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ചെറിയ അപകടം നമ്മൾ എത്ര പ്രാർത്ഥിച്ച് ഇവരെ മടക്കി വരുത്താൻ ശ്രമിച്ചാലും ഇവരുടെ പിമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് കേട്ടല്ലോ, ഇത് ഇവരുടെ ഒരു ടാക്ടിക്സ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മളെ ഈ
ഈ ഒരു വിശ്വാസം വിട്ടു പോയി കഴിഞ്ഞാൽ ഒളിഞ്ഞും പതുങ്ങിയും ആക്രമിക്കുക എന്നതിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമായിട്ടും പേരൻസിനെ, മാതാപിതാക്കളെ ആക്ഷേപിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ഇത് കേട്ട് കഴിയുമ്പോൾ, ഇപ്പം എൻ്റെ ഒരു അപ്പനോ അമ്മയോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവർ മോശക്കാരായതുകൊണ്ടാണ് അവരുടെ മോനിങ്ങനെ വഴിതെറ്റിപ്പോയത്. അവരുടെ തലയിലേക്ക് ഈ കുറ്റം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ മോശമായിട്ടാണ് നിങ്ങളുടെ മക്കൾ വിട്ടുപോയത്, എല്ലാം നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവില്ല, ഒരു പേരിന് മാത്രം പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരിൽ പ്രഷർ ചെലുത്തി നമ്മളെ പിന്തിരിപ്പിക്കാൻ ഉള്ള ഒരു ടാക്ടിക്സ് തന്നെയാണ് വ്യക്തമായിട്ട് ഇവിടെ കണ്ടത്. ഇതാണ് പാസ്റ്റർമാരുടെ ഈ കുത്തുപ്രസംഗം എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണിത്. ഇങ്ങനെയാണ് അവർ ഡയറക്റ്റ്ലി പറയാതെ ഇൻഡയറക്റ്റ്ലി ആളുകളിലേക്ക് ഫോഴ്സ് ചെലുത്തുന്നത്, അവരുടെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്. ഇത് കാണുന്ന മാതാപിതാക്കൾ, കേൾക്കുന്ന മാതാപിതാക്കൾ, അവർ ഹൃദയം നൊന്തിട്ടായിരിക്കും നമ്മളുടെ മണ്ടയ്ക്ക് അതിൻ്റെ പ്രഷർ വരും, നമുക്ക് സമാധാനം ഇല്ലാതാക്കും. അതിനുശേഷം നമുക്ക് മേ ബി അത് വിട്ടുപോകേണ്ട അവസ്ഥ വരും. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാനത് വിടുന്ന ഒരു പരിപാടിയേ ഇല്ല. അതായത് ഈ ആള് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിലും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു ബേസിക്കലി ഓക്കെ, അവൻ തിരിച്ചു വരാത്തതിനുള്ള കാരണം ഇതാണെന്നുള്ള രീതിയിൽ ആക്കി വിടുവാണ്. അതായത് നിങ്ങൾക്ക് ഉള്ളി വരാൻ താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇതിപ്പോ നമുക്ക് തിരിച്ചും പറഞ്ഞുകൂടെ, ചിലപ്പം ഫിന്നി പാസ്റ്റർ ഇപ്പൊ ഒരു നിരീശ്വരവാദി ആയിരിക്കുമല്ലോ, പക്ഷെ പുള്ളിക്ക് ഇപ്പൊ വിട്ടുവരാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞു, അതിന്റെ ഹെഡായിട്ടിരിക്കുകയാണ്. ഇപ്പം ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇത്രയും അനവധി ഫോളോവേഴ്സ് ഉണ്ട്. അപ്പൊ പുള്ളിക്ക് ഇനിയും ഇങ്ങനെ ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് തിരിച്ചും ചിന്തിച്ചു നോക്കിക്കൂടെ? അതിനിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യം എന്തോ അരുണ ഇരിക്കുന്നത്, അങ്ങനെ എത്രയോ പേരുണ്ട്. അതിപ്പം അരുണിന്റെ വർത്തമാനം കേട്ട് ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരെ, ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളെ എല്ലാം ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്നതാണോ വിചാരിക്കുന്നത്? TPM ഒരു പക്ഷേ കാണുമായിരിക്കും, പക്ഷെ ഞാൻ അറിയുന്ന പെന്തിക്കോസ്ത് സഭയില് അങ്ങനൊന്നുമില്ല. ഇതൊക്കെ എന്താ പറയുന്നത്, ഇതിനെ ഒരു ജോബായിട്ട് മാത്രം കാണുന്നതും, ഇനിയിപ്പോ ഇത്രയൊക്കെ ആയില്ലേ. ഞാനൊരു മാന്യ അദ്ദേഹത്തിന്റെ വീഡിയോ ഇതിനകത്ത് യൂട്യൂബിൽ കണ്ടപ്പോ അയാൾ അതിനകത്ത് പറയുന്നുണ്ട്, അനേക പാസ്റ്റർമാർക്ക് അറിയാം ഇനിയിപ്പോ ഇത് വലിയ കാര്യമൊന്നും ഇല്ലാന്ന്. പക്ഷെ അവര് പറയുന്നുണ്ട്, എന്റെ കാലം കഴിയട്ടെ, നമുക്ക് നോക്കിക്കോളാന്ന്. മക്കൾ പലരും സെറ്റിലായി, അപ്പൊ എന്റെ കാലം കഴിയട്ടെ, ബാക്കി നടക്കുന്നു. അപ്പം ഇതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു ഇതിനകത്ത്. ഇത് ചിലപ്പം സത്യമായിരിക്കും. കാരണം ദിവസം 7 വീഡിയോ ഉണ്ടാക്കാൻ സമയമുള്ള ഫിന്നി പാസ്റ്റർ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും ജാഗരണവും ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. സദാ നേരവും ജാഗരിപ്പിക്കുന്നതാണ് ബൈബിളിൽ പറയുന്നത്. സദാ നേരം വേണ്ട. ഈ 7 വീഡിയോ ഇടുന്ന ആൾ എത്ര നേരം ജാഗരിക്കുന്നുണ്ടായിരിക്കും? ഇതിൽ എത്രക്ക് വിശ്വസിക്കുന്നുണ്ടായിരിക്കും? ആർക്കറിയാം. അല്ല, ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ പെന്തക്കോസ്തുകാരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒതന്റിസിറ്റി പോലെയാണല്ലോ പുള്ളി പറഞ്ഞ് വലിപ്പിക്കുന്നത്. എങ്ങനെയാണ് പുള്ളിക്കാരൻ ഈ അന്വേഷിച്ചത്? ആരോടാണ് അന്വേഷിച്ചത്? ഇപ്പൊ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ആരോടാണ് പുള്ളി അന്വേഷിച്ചത്? എവിടുന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? ഇതിന്റെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ പറയുന്നുണ്ടോ? ഈ പുള്ളിക്കാരന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ആഭരണത്തിന്റെ ഇത് വന്നപ്പോഴും പുള്ളിക്കാരന് അതിനെ ന്യായീകരിക്കാൻ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ബൈബിളിൽ നോക്കിയിട്ട് അത് കിട്ടുന്നില്ല. ഉടനെ പുള്ളി പറയുന്നത് ദൈവം രാത്രിയിൽ എന്നോട് സംസാരിച്ചു. പുള്ളി ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് ആ ഒരു വിശ്വാസ്യത പിടിച്ചു പറ്റുകയാണ്. എന്നിട്ട് വായി തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരോടാണ് ഇത് അന്വേഷിച്ചത്? എന്ത് ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതിന്റെ വസ്തുതാപരമായിട്ടുള്ള അതിന്റെ തെളിവ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഫിന്നി പാസ്റ്റർ തന്നെയാണ്. പിന്നെ എനിക്ക് ഫിന്നി പാസ്റ്ററിനോട് പറയാനുള്ളത്, നമുക്ക് ചേരുന്ന കാര്യമല്ല. ഒരാൾ വിശ്വാസി അല്ല എന്ന് പറയുമ്പോൾ അവന്റെ തന്നേം തള്ളയും പറയുക, അവന്റെ വല്യപ്പനെയും വല്യമ്മയും പറയുന്നത് നമുക്ക് പെന്തിക്കോസ്തുകാർക്ക് ചേരുന്ന കാര്യമല്ല ഇത്. അവനവൻ ചെയ്യുന്ന ശരീരത്തിൽ നല്ലതായാലും തീയതും അവനവൻ അതിന് ഉത്തരം പറയേണ്ടി വരും. അല്ലാതെ അപ്പന്റെ അമ്മയും ഇതായതുകൊണ്ടല്ല. പാസ്റ്റർ ഇടയ്ക്ക് പറയുന്നിട്ടല്ലോ, ഞാൻ മടങ്ങി എന്താ പറയുന്നത്, പിന്തിരിഞ്ഞു പോയിട്ട് ഇപ്പൊ മടങ്ങി വന്ന ആൾ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മാമ്മയും പ്രാർത്ഥന നിർത്തിവെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു പാസ്റ്റർ ആ സമയത്ത് ജസ്റ്റ് ആ ഒരു സമയത്ത് തെറ്റിപ്പോയി, പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടുകാർ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും കോട്ടേജ് മീറ്റിംഗും തുടങ്ങുന്നുണ്ട്, അങ്ങനെയാണോ പാസ്റ്റർ തിരിച്ചു വന്നത്? പാസ്റ്ററിന്റെ അതിൽ യുക്തിയില്ല. പാസ്റ്റർ പറയുന്നതിൽ തന്നെ യുക്തിയില്ല. പിന്നെ നോഹയെ കൂട്ടുപിടിക്കുന്നു. പാസ്റ്റർ വേദപുസ്തകം വായിച്ച ആളാണോ? നോഹയുടെ മക്കൾ എങ്ങും പോയില്ല. നോഹയുടെ ഒരു മോൻ കുടിച്ച് കിടക്കുന്ന അപ്പന്റെ നഗ്നത കണ്ടെന്നല്ലേ പറയുന്നത്? പുസ്തകം വായിക്കണം, ജാഗരിക്കണം, ആത്മാവിലൊന്ന് ആരാധിക്കണം. അപ്പോഴേ ഇതൊക്കെ വെളിപ്പെട്ട് വരത്തുള്ളൂ. അല്ലാതെ ഇന്റർനെറ്റിൽ ഇരുന്ന് പിന്മാറിപ്പോയ ആൾക്കാരുടെ വീഡിയോസും കണ്ടിരുന്ന അതിന്റെ ഖണ്ഡനവും നടത്തിയാൽ സുവിശേഷ വേല അല്ല. ഇതല്ല സുവിശേഷ വേല. ഇതിനുവേണ്ടി അല്ലായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ, നിങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികളെ ഈ ബോംബെയിലൊക്കെ
രണ്ട് മൂന്ന് ഷിഫ്റ്റ് ചെയ്ത് അവിടുത്തെ ഈ ലോക്കൽ ട്രെയിനിൽ തെള്ളുകൊണ്ട് ഞങ്ങളൊക്കെ ഈ ഗൾഫുകാരും നമ്മളും ഒക്കെ ആണെങ്കിൽ നല്ല മെട്രോയിലെങ്കിലും കയറിയിട്ടാ പോകുന്നത്. നിങ്ങളെ മുംബൈയിലെ ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് തരുന്നത്? അത് ഈ അരുണിന്റെ വീഡിയോയുടെ കണ്ടന്റും പറയാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ നിങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നം വന്നാൽ അവിടെ നിങ്ങൾ പറയുന്ന പോലെ ആണോ ഈ ഓൺലൈൻ വന്ന് ഇതൊക്കെ പറയണ്ടേ? അതും ബൈബിളിന് ചേരുന്ന കാര്യം വല്ലതും ആണോ പറയുന്നത്? നോഹയുടെ എക്സാമ്പിൾ പറഞ്ഞു. നോഹയുടെ മോൻ പോയത് എങ്ങനെയാന്ന് നമുക്കറിയരുത്. റീഡ് യുവർ ബൈബിൾ, അല്ലേ? കുറെ പഴയ ഹെർമിനൂട്ടിക്സിന്റെ ബുക്സ് ഒക്കെ എടുക്കുക, ബൈബിളിൽ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ അതൊക്കെ അതിലൊന്ന് ജാഗരിച്ചൊന്ന് ഉറപ്പിക്കാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. കാരണം ഇത് വളരെ തെറ്റാണ്. നമ്മൾ പെന്തിക്കോസ്തിന് ചേരുന്ന വർത്താനമല്ല പാസ്റ്റർ പറയുന്നത്. വിട്ടുപോയ ആളുടെ തന്തയ്ക്കും തള്ളയ്ക്കും പറയുക, അവരുടെ പ്രാർത്ഥനയുടെ കുറവാണ്. അത് അരുൺ പറഞ്ഞ പോലെ നമ്മുടെ സഭയിൽ കണ്ടുവരുന്ന കാര്യമാണ്. മാതാപിതാക്കളുടെ പാപം, മുൻജന്മ അല്ല എന്താ പറയുന്നത്, ശത്രുവിന്റെ ദോഷം, അങ്ങനെയൊക്കെ പറയുന്നത് എളുപ്പമാണ്, ഈസി എസ്കേപ്പ് ആണ്, വേറെ ഒന്നുമല്ല. അതിന് കാര്യമാക്കരുത്. ഐ അപ്പോളജൈസ്. എന്റെ പെന്തിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഞാൻ അരുണിനോട് മാപ്പ് ചോദിക്കുന്നു. ഉത്തരം കിട്ടാതെ നീൽ പറഞ്ഞ പോലെ കണ്ടന്റിനെ പറയാനൊന്നുമില്ല, പറയുന്നതിന് എതിരെ പറയാനൊന്നുമില്ല. അപ്പം വീട്ടുകാരെ പറഞ്ഞേക്കാം, തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞേക്കാം. ഈ കവലയിലിരുന്ന് ഈ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ചായക്കടയിലും കവലയിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും പറയാം. അതാണ് ഇവിടെ കാണിച്ചത്. അത് കുറച്ചൊരു മാന്യമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, റൗണ്ട് ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പാസ്റ്റർ നമുക്ക് ചേരത്തില്ല ഇത്. ജേക്കബ് പറഞ്ഞ പോലെ ഫിന്നി പാസ്റ്റർ ശരിക്കൊന്ന് ബൈബിൾ ഒന്ന് മനസ്സിരുത്തി വായിക്കണം. ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ ഉദാഹരണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ലോത്ത് നീതിമാനായതുകൊണ്ടല്ലേ ലോത്തിനെ സോദോം ഗൊമോറയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. ലോത്തിനെ പോലെ ആവരുതെന്ന് ഫിന്നി പാസ്റ്റർ പറഞ്ഞു. ദൈവമാണ് ലോത്തിനെ നീതിമാനായിട്ട് കണ്ടത്, അല്ലാതെ മനുഷ്യരല്ല. എന്നിട്ടാണ് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ദൂതന്മാരെ അയച്ചത്. അപ്പോ ലോത്തിനെ പോലെ ആവരുതെന്നാണ് ഫിന്നി പാസ്റ്റർ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ലോത്തിനെ നീതിമാനായിട്ട് കാണുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, വരികൾക്കിടയിൽ നിന്നാണ് നിങ്ങൾ ലോത്തിനെ നീതിമാനായിട്ട് വായിച്ചെടുത്തതെന്ന് വേണമെങ്കിൽ. കാരണം അബ്രഹാം ദൈവവുമായിട്ട് ചോദിക്കുന്നതിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ലോത്ത് നീതിമാനാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ പത്രോസിലെ 2-ാം ലേഖനം എടുത്ത് വായിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീതിമാനായിട്ടുള്ള ലോത്ത്. അപ്പോ നീതിമാനായിട്ടുള്ള ലോത്തിനെ ഇവിടെ ഇന്നിരിക്കുന്ന ഫിന്നി പാസ്റ്റർ ജഡ്ജ് ചെയ്യുവാണ്, ലോത്തിനെ പോലെ ആവരുതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ബൈബിള് നന്നായിട്ട് പഠിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്ന ഫിന്നി പാസ്റ്ററിന് അറിയില്ല ലോത്ത് നീതിമാനായിരുന്നു എന്ന്. ഇനി പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിൽക്കുന്ന എല്ലാവരുടെയും മക്കള് നന്നായി പോകുമോ? അതിനുള്ള നല്ല ഉദാഹരണം ബൈബിളിലുണ്ട്. നമ്മൾ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് കാണുന്ന ശമൂവേൽ പ്രവാചകന് 2 മക്കളുണ്ട്. ഈ ശമൂവേൽ പ്രവാചകൻ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ശമൂവേൽ പ്രവാചകൻ ഒരിടത്ത് ഇരിക്കുമ്പോൾ ആ മക്കള് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് കൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ പുറകിലേക്ക് മറിഞ്ഞു വീണ് മരിച്ചു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഈ ശമൂവേൽ പ്രവാചകന്റെ 2 മക്കളും അത്ര നല്ല ആൾക്കാരല്ലായിരുന്നു എന്നും നമുക്ക് അതിൽ നിന്ന് വായിക്കാൻ പറ്റും. അപ്പോ നല്ല പ്രാർത്ഥനയിലും ദൈവവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റും ഉണ്ടായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ മക്കളുടെ വിധി ഇതാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ വിശ്വാസികളുടെ അച്ഛനും അമ്മയ്ക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ഇരിക്കുന്ന അരുണാണെങ്കിലും ശരി, നീലാണെങ്കിലും ശരി, അവരുടെ എന്താ പറയുക, അവരുടെ വിശ്വാസം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അല്ലാതെ അതിനകത്ത് എന്താ പറയുന്നത്, ഈ മാതാപിതാക്കൾക്ക് ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം കഴിഞ്ഞു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽ ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലത്തെ കാര്യങ്ങൾ പറയാൻ. അപ്പൊ എനിക്ക് ഫിന്നി പാസ്റ്ററോട് പറയാനുള്ളത്, ബൈബിളൊക്കെ ശരിക്കൊന്ന് വായിക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ ഈ നേരത്തെ തന്നെ ആദിമചരിത്രം തന്നെ ഫിന്നി പാസ്റ്റർ ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ആ ചരിത്രമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇവർക്ക് ഒരു വ്യക്തി രൂപപ്പെടുന്ന ഒരു ഐഡിയ ഒന്നുമില്ല. ഇവർക്ക് എല്ലാവരും ഒരേ ഒരു ബൈനറി ആയിട്ട് ഇങ്ങനെ പോവുക എന്നതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്. അല്ലാതെ ഒരു വ്യക്തി അയാൾ വളരുന്നതിനനുസരിച്ച് അയാളുടെ സറൗണ്ടിങ്സ്, അയാളുടെ അറിവ്, അയാൾ വായിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത് എല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടേതായ പേഴ്സണാലിറ്റീസ് ഡെവലപ്പ് ചെയ്യും, അവരുടേതായ ശരികൾ ഉണ്ടാകും, അതിനെ ചൂസ് ചെയ്യും, അതിനനുസരിച്ച് അവർ ജീവിക്കും, അവർ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കും എന്നതിനെ ഒന്നും മനസ്സിലാവാതെ ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ തരുന്ന ഈ ഒരു ഐഡിയ തലയിൽ ഇട്ടോണം, അത് സംഗ്രഹിച്ചോണം, അതുപടി ജീവിച്ചോണം എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. അത്രയും ഇടുങ്ങിയ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇവരെ പോലുള്ള പാസ്റ്റർമാരെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാനോ ഇൻഡിവിജ്വാലിറ്റി ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നതിനെ തിരിച്ചറിയാനോ ഒരു ശേഷിയും ഇല്ലാത്ത കുറച്ച് ഉപയോഗശൂന്യരായിട്ടുള്ള മനുഷ്യർ എന്ന് തന്നെ സത്യത്തിൽ പറയണം. ഒരു ലാസ്റ്റ് പോയിന്റ് ആണെങ്കിൽ എനിക്കിതിനകത്ത് ആഡ് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, യേശു പറഞ്ഞ കാര്യങ്ങൾ അക്കാലത്തെ പരീശന്മാരോ സദൂക്കായരോ ഒന്നും അംഗീകരിച്ചു. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തെ പാരമ്പര്യത്തിന്
എതിരെയാണ് യേശു സംസാരിച്ചിരുന്നത്. അപ്പോ അന്നത്തെ ആ പാരമ്പര്യത്തോട് യോജിച്ചു പോയില്ല എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ഫരിസേയന്മാരും സദുക്കായരും ഒന്നും യേശുവിനെ അംഗീകരിക്കാത്തത്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. അതായത് നിങ്ങൾ അവര് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് നമുക്കറിയാം. ആ കഴമ്പുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഇവർ പറയുന്നത് ഇവര് പിശാച് ബാധിതരാണ്. ഇത് തന്നെയാണ് യേശുവിനെതിരെയും ഉണ്ടായിരുന്ന ആരോപണം എന്ന് പറയുന്നത്. അതെ, വളരെ സിംപ്ലി ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ടും തുറന്നു കാണിക്കാൻ സാധിച്ചത് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട്. നേരത്തെ ജേക്കബ് അപ്പോളജൈസ് ചെയ്തു. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, അതിൽ നിന്നാണ് പലരും ഇങ്ങനെ നേരിടുന്നതെന്ന് അറിയുമ്പോൾ അതിനുവേണ്ടി ഈ ഒരു ക്ഷമാപണം നടത്താൻ അതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. അതായിരിക്കും യഥാർത്ഥത്തിൽ യേശു. അതിന് നേർ വിപരീതമാണ് ഈ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉത്തരം കൂടിയാണ്. ഒട്ടനവധി ആൾക്കാർ പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിലും മറ്റേ മതക്കാരെ കൂട്ടി ഞങ്ങൾ ആരെയും ഈ മതം വിട്ടു പോകുന്നവരെ കൊല്ലുന്നില്ലല്ലോ എന്നുള്ള കാര്യം. ഞാൻ അവിടെ എല്ലാം പറയാറുള്ളത്, സൈക്കോളജിക്കലി ആണ് ഇവർ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഇങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യാനും പ്രഷർ ഇട്ട് കൊടുക്കാനും വീട്ടുകാരെ അപമാനിക്കാനും അത്രയും പ്രഷർ ചലുത്തി ഈ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവര് ഇവരുടെ അടച്ച മുറികളിൽ, ഈ സഭാ ഹാളുകളിലും പള്ളികളിലും എന്തായിരിക്കും പറയുക എന്നത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാന്ന് വിചാരിച്ചോ? അപ്പോൾ ഈ പെന്തിക്കോസുകാർ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇത്, പെന്തിക്കോസുകാർ എന്ന് പറയുന്ന വിഭാഗമായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഹൈ കൺട്രോൾ ലീഗലിസ്റ്റിക് ഗ്രൂപ്പ്സ് ആയിരിക്കും ഈ ഫരീസന്മാരും സദൂക്യരും. അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് യേശു സംസാരിക്കുന്ന എനിക്ക് ഒരു സംശയമില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇവർ ഈ ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ പിതാക്കന്മാര് അങ്ങനെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടേതായ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കൊടുത്ത് വചനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ചെറിപ്പിക്ക് ചെയ്ത് ആൾക്കാരുടെ മേളിൽ ഈ ഭാരങ്ങൾ ഇട്ടിട്ട് ഫോളോ ചെയ്യാൻ പറയും. അപ്പൊ യേശു വന്നാൽ ഇതെല്ലാം വേണമെങ്കിൽ ഒരു ചർച്ചയിൽ പോയി അവിടുത്തെ കസാര മേശ എല്ലാം വലിച്ച് എറിഞ്ഞ് വെളിയിറങ്ങി പോകാൻ പറയും. അങ്ങനെ എന്റെ ഒരു അഭിപ്രായം. അതെ, അബ്സല്യൂട്ട്ലി. യേശുക്രിസ്തു ഇപ്പൊ വരുവാണെങ്കിൽ ചാട്ടയെടുത്ത് ആദ്യം അടിച്ചു ഓടിക്കുന്നത് പെന്തക്കോസ്തുകാരെയും അതിലെ പാസ്റ്റർമാരെയും തന്നെ ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ പ്രൈവറ്റ് സെറ്റിങ്സിൽ, അതായത് എൻ്റെ കസിൻസിലൊക്കെ കൂടിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആഭരണത്തിന്റെ വിഷയമൊക്കെ വരുമ്പോഴത്തേക്ക് വരുന്ന ഒരു പോയിന്റ്, എല്ലാവരും സമ്മതിക്കുന്ന കാര്യം, പെന്തിക്കോസ്തുകാർ സമ്മതിക്കുന്ന കാര്യം. കാരണം നമ്മൾ ഇത് പറഞ്ഞിട്ട് എത്ര പേരെയാണ് നമ്മള് ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ വി ആർ ലൈക്ക് ക്ലോസിങ് ദ ഡോർ ഓൺ പീപ്പിൾ ബൈ ഓൾ ദീസ് ഫൂളിഷ് മാൻ മെയ്ഡ് റൂൾസ് ആൻഡ് ദ ബേർഡൻസ്. ഭാരം ആൾക്കാരുടെ മുകളിൽ വെക്കുന്നുണ്ട്. എത്രയോ പേരെ നിങ്ങളുടെ ദൈവരാജ്യത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നത്, ആ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതും എങ്ങനെ ഇവർ ക്ലോസ് ചെയ്തത്? എന്തോ ബൈബിളിൽ ഏതോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ, ഇവരുടെ പിതാക്കന്മാരുടെ നിയമങ്ങൾ കൊണ്ട് ഇവര് ദൈവസ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരെ അകറ്റി നിർത്തി. അതാണ് ഇതിന്റെ സാഡ് പാർട്ട്. അല്ലാതെ ബൈബിളിൽ നിന്ന് ഏതാണ്ട് വചനം എടുത്ത്, ഇപ്പം ഞാൻ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ജെയിംസ് എഴുതിയ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് സെക്കൻഡ് ചാപ്റ്റർ 1 പറയുന്നുണ്ട്, 27ാമത്തെ ഇതാണ്, ദൈവത്തിന് പ്രസാദകരമായ മതം എന്ന് പറഞ്ഞാല് വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുക. വിധവകളും അനാഥരും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ആരും ഇല്ലാത്തവർ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ല സാക്ഷാൽ വിധവയും അനാഥരും ഒന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇന്റർപ്രിട്ടേഷനിലൂടെ എന്താ അവർ മീനിങ് കൊണ്ടുവരുന്നത് വെച്ചാൽ ആരും ഇല്ലാത്തവർ, സമൂഹത്തിൽ അകറ്റപ്പെട്ടവർ. നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഇനി കഴിയുമെങ്കിൽ അനാഥരും വിധവകളെയും സൃഷ്ടിക്കാൻ നോക്കുവാണ്. നമ്മളിൽ നിന്നും വേർതിരിച്ച് ആൾക്കാരെ സുവിശേഷത്തിൽ നിന്ന് അകറ്റി അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഈ ഓൺലൈൻ സ്പെൻഡ് ചെയ്യുന്ന എനർജി ഈ പാസ്റ്റർ സത്യസുവിശേഷത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി പാസ്റ്ററിന്റെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ പാസ്റ്ററിന്റെ ചർച്ചയിൽ പോകുന്ന ആൾക്കാർ പാസ്റ്ററിന്റെ വീഡിയോസ് ഒന്ന് അരിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ രണ്ട് വാക്യം നിങ്ങളുടെ സ്നേഹത്തിന്റെ പറഞ്ഞല്ലോ, ഇതിന് ഏതെങ്കിലും ഒന്നിൽ പാസ്റ്റർ പ്രസംഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ആദ്യം എടുത്ത് നോക്കുക. ഇത് ഞാനും പറയുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ പുസ്തകമാണ്. ഈ POC ഒന്നുമല്ല, കിങ് ജെയിംസിന്റെ ഹോളി ബൈബിൾ ആണ്, കിങ് ജെയിംസ് വേർഷൻ ആണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളോട് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്? എന്തോ യാദർച്ഛിക ഞാൻ ഇപ്പുറത്തെ എബ്രായർ ലേഖനം എഴുതിയിട്ടുള്ളൂ, അതിനകത്തും പറയുന്നത് എന്താണ്?
ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേഴ്സ് ആണ്. എവിടെ തുറന്ന് നോക്കിയാലും സ്നേഹം കാണുന്ന പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പാസ്റ്റർമാർക്ക് എങ്ങനെ കഴിയുന്നു വല്ലോനെ കുറ്റപ്പെടുത്താനുള്ള വാക്യങ്ങളും വല്ലോന്റെ അപ്പനും അമ്മയും പറയാനുള്ള വാക്യങ്ങളും എടുത്ത് എങ്ങനെ കഴിയുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്നില്ല? ഞാൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പലർക്കും. ഞാൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കൈമടക്ക് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ തിരിച്ചു ചോദിക്കാൻ പഠിച്ച ഒരു കാര്യമാണ്, പാസ്റ്ററെ അവസാനമായിട്ട് സ്നേഹത്തെക്കുറിച്ച് എന്നാ പ്രസംഗിച്ചത്? അവസാനമായിട്ട് ഒരു സാക്ഷാൽ വിധവ അനാഥരെ എന്നാണ് നമ്മൾ പോയി കണ്ടിട്ടുള്ളത്? അത് പറ്റത്തില്ല. പക്ഷെ യൂട്യൂബിൽ ഇരുന്ന് 7 വീഡിയോ ഉണ്ടാക്കി അതിൽ 6 ബെല്ലോന്റെ വീട്ടുകാരെ പറയുന്നത് ഇറ്റ് ഡസൻ സൂട്ട് അസ്. പെന്തിക്കോസുകാർക്ക് ചേരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ വളർന്ന പെന്തിക്കോസുകാർക്ക് ചേരുന്ന ഒരു കാര്യമല്ല. അവർ പണ്ട് എക്സ്ട്രീമിസ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെ ആൾക്കാരെ അവർ ചെയ്യത്തില്ലായിരുന്നു, പരിഹസിക്കത്തില്ലായിരുന്നു. അവർക്ക് കുഴപ്പങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പുതിയൊരു ടെൻഡൻസിയാണ്. വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. വി ഹാവ് ടു ലവ് പീപ്പിൾ.